ഗുഡ് ഈവനിങ്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൺസോളേഷൻ ആയിരുന്നു. കൺസോളേഷൻ തീർന്നായിരുന്നു. അതിൽ 2 പ്രോബ്ലംസും കൂടി പറഞ്ഞേക്കാം. അങ്ങനെ ചോദിക്കാറില്ല, അങ്ങനെ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും ഈ ലെവലൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൺസോളേഷൻ പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം. സോ ക്വസ്റ്റ്യൻ: the field consolidation data for an undisturbed soil sample are as follows. Thickness of the clay layer is 4 meter. Coefficient of consolidation is 4.93 into 10 raised to minus 4 centimeter square per second. Coefficient of volume change is 2.6 into 10 raised to minus 3 meter square per kilonewton. Find out the value of coefficient of permeability. നമുക്ക് എന്താ തന്നേക്കുന്നത്? തിക്നെസ് ഓഫ് ദ ക്ലേ ലെയർ തന്നിട്ടുണ്ട്, അതായത് എച്ച് എന്ന വാല്യൂ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷന്റെ ഡിനോട്ടേഷൻ എന്താ? സി വി തന്നിട്ടുണ്ട്, 4.93 into 10 raised to minus 4 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്റർ, ബാക്കിയെല്ലാം മീറ്ററിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അതായത് 10 raised to minus 4 into 10 raised to minus 4 സെന്റിമീറ്റർ സ്ക്വയറിന്, സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് ആക്കാൻ into 10 raised to minus 2 ചെയ്യണം. സോ സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലോട്ട് ആക്കാൻ into 10 raised to minus 4 ചെയ്യാം. ദെൻ പിന്നെ തന്നേക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് ഈസ് 2.6 into 10 raised to minus 3 meter square per kilonewton. അതായത് എം വി is 2.6 into 10 raised to minus 3 meter square per kilonewton. Therefore നമുക്ക് അറിയാം ഇക്വേഷൻ സി വി is equal to k by mv into gamma w ആണ്. അതിൽ നിന്ന് ആകെ അൺനോൺ ഏതാണുള്ളത്? k മാത്രമേ ഉള്ളൂ. സോ k ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഗാമ ഡബ്ല്യൂയുടെ വാല്യൂ 9.81 എടുത്തു, കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. സോ കെയുടെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എങ്ങനെയാ ചെയ്യണമെന്ന് പഠിച്ചു വെക്കുക. ഒരെണ്ണം മാത്രമേ ചോദിക്കുള്ളായിരിക്കും. ഇതിപ്പോൾ 3 കണ്ടീഷനായിട്ടാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. A 20 mm thick specimen of soil takes 16 minutes to reach 50% consolidation in the laboratory when drainage is permitted from both the ends. Calculate the coefficient of consolidation. Also calculate the time required for 90% consolidation for the above sample. How much time will it take for 90% consolidation of 4 meter thick similar sample in the field with double drainage? Also calculate the time when drainage is permitted only from one side. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? ലാബിൽ ഒരു സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 16 മിനിറ്റ് അത് എടുത്തു 50% കൺസോളിഡേഷൻ എത്താനായിട്ട്. അപ്പൊ ആ സമയത്ത് ഡ്രെയിനേജ്, അല്ലെങ്കിൽ ലാബിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഡബിൾ ഡ്രെയിനേജ് ആയിട്ട് എടുക്കുക. പക്ഷെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വെൻ ഡ്രെയിനേജ് ഇസ് പെർമിറ്റഡ് ഫ്രം ബോത്ത് എൻഡ്സ്. അപ്പൊ ലാബില് ഡബിൾ ഡ്രെയിനേജ് ആണ് കണ്ടീഷൻ. അവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ലാബിൽ നമുക്ക് അറിയാം d is equal to h/2 ആണ്. കാരണം ഡബിൾ ഡ്രെയിനേജ് ആയതുകൊണ്ട് d is equal to h/2 ആണ്. 50% കൺസോളിഡേഷൻ ആണ്. T50 എന്ന് വെച്ചാൽ 0.196 ആണ്. ഈ വാല്യൂ കാണാണ്ട് പിടിക്കുക കേട്ടോ. T15 T90 കാണാണ്ട് പിടിക്കുക. T50 0.196 ആണ്. ദെൻ ടൈം തന്നിട്ടുണ്ട് 16 മിനിറ്റ് ആണെന്ന്. അപ്പൊ നമുക്ക് അറിയാം ഇക്വേഷൻ എന്താ? സി വി is equal to T50 into d square, അതായത് ടി വി into d square by t. അപ്പൊ 0.196 into d square എന്ന് വെച്ചാൽ 10 mm ആണ്. 10 square by 16, അത്രയും mm square per minute കിട്ടും. ഇനി സെയിം സോയിൽ സാമ്പിളിൽ തന്നെ 90% കൺസോളിഡേഷൻ എത്താൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സെയിം സോയിൽ സാമ്പിൾ ആവുമ്പോൾ എന്താ വരിക? സി വി അപ്പോഴും സെയിം ആയിരിക്കും. സോ 90% കൺസോളിഡേഷൻ T90, ക്യാപിറ്റൽ T ടൈം ഫാക്ടർ കറസ്പോണ്ടിങ് ടു 90% കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ 0.848 ആണ്. സോ T50 എത്രയായിരുന്നു? 0.196ഉം T90 0.848ഉം. ആ 2 വാല്യൂ പഠിച്ചു വെക്കുക. ഇൻറ്റു 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം തന്നിട്ട്, സോറി, സി വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 1.225 ആണ്. അപ്പൊ അത്രയും മിനിറ്റ്സ് നമുക്ക് കിട്ടും. അടുത്ത പാർട്ട് എന്താ? ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ 90% കൺസോളിഡേഷൻ ഓഫ് 4 meter തിക് സിമിലർ സാമ്പിൾ ഇൻ ദ ഫീൽഡ് വിത്ത് ഡബിൾ ഡ്രെയിനേജ്. ഈ സിമിലർ സാമ്പിൾ എന്ന വേർഡ് തന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാബിൽ ചെയ്ത സെയിം സി വി തന്നെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ തന്നെ നമുക്ക് ഫീൽഡിലും യൂസ് ചെയ്യാം എന്ന രീതിക്കാണ് സിമിലർ സാമ്പിൾ എന്ന വാല്യൂ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 meter തിക് ആണ് തന്നേക്കുന്നത്. അതിനെ എം എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യുക. കാരണം സി വി ഇവിടെ നമുക്ക് എം എമ്മിലാണ് കിടക്കുന്നത്.
സോ 4 മീറ്റർ തിക്കിനെ നമ്മൾ MM കൺവേർട്ട് ചെയ്യാം. ഡബിൾ ഡ്രെയിനേജ് ആണ്. സോ എന്തായിരിക്കും ഡി എന്ന് വെച്ചാൽ H/2 ആണ് എടുക്കേണ്ടത്. ക്യാപിറ്റൽ T90 ടൈം ഫാക്ടർ കറസ്പോണ്ടിങ് ടു 90% കൺസോളേഷൻ നമുക്ക് അറിയാം എത്രയാ 0.848 ആണ്. CV നമുക്കറിയാം. സോ ഓൺലി അൺനോൺ ഈസ് സ്മോൾ ടി. ഓക്കെ, നമ്മൾ മീറ്ററിനെ MM ആക്കി. ദെൻ 0.848 ആണ് T90. CV നമുക്കറിയാം. അപ്പൊ അത്രയും മിനിറ്റ് വേണമെങ്കിൽ ഡേയ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം, മിനിറ്റ്സിനെ ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ അവറായി, അവറിനെ ബൈ 24 ചെയ്ത് കഴിഞ്ഞാൽ ഡേ ആയി, ഇനി ആ ഡേനെ ബൈ 365 ചെയ്ത് കഴിഞ്ഞാൽ ഇയറും ആയി. അങ്ങനെ വേണമെങ്കിൽ കൺവേർഷൻ എത്രയിലാണോ ആൻസർ ഓപ്ഷനിൽ ഏത് യൂണിറ്റിലാണോ ആൻസർ ഉള്ള ആ രീതിക്ക് ചെയ്യാം. ഇനി അടുത്ത പാർട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഓൾസോ കാൽക്കുലേറ്റ് ദ ടൈം ആൻഡ് ഡ്രെയിനേജ് ഇസ് പെർമിറ്റഡ് ഓൺലി ഫ്രം വൺ സൈഡ്. അതായത് സിംഗിൾ ഡ്രെയിനേജ് ആണെങ്കിൽ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോൾ ഡി എത്രയാണ്, ഡി ഈസ് ഈക്വൽ ടു എച്ച് ആണ്. സോ ഈ 4 മീറ്റർ തന്നെയാണ് ഡി എന്ന് പറയുന്നത്, അതായത് 4000 mm തന്നെയാണ് ഡി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം. ക്യാപിറ്റൽ T90 0.848, CV നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂ 1.225. ദെൻ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. സോ ഇത്രയും ലെങ്തി പ്രോബ്ലം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സെപ്പറേറ്റ് പാർട്ടായിട്ട് ചെയ്യേണ്ടല്ലോ, ഒരൊറ്റ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡബിൾ ഡ്രെയിനേജ് കണ്ടീഷൻ വരുന്നുണ്ട്, ലാബും ഫീൽഡും കമ്പാരിസൺ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ ഡ്രെയിനേജും ഡബിൾ ഡ്രെയിനേജ് കണ്ടീഷൻ വന്നാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒറ്റ പ്രോബ്ലം കൊണ്ട് പറ്റി. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ ഇത്രയും ലെങ്തി പ്രോബ്ലം വരില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എല്ലാ പാർട്ടും എങ്ങനെയാണ് ചെയ്യേണ്ട കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ അത്രയാണ് കൺസോളിഡേഷൻ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക് കോമ്പാക്ഷൻ. So compaction means pressing the soil particles close to each other by mechanical methods. Air during compaction is expelled from the void space in the soil mass and hence mass density is increased. Compaction is an entirely different process than consolidation. കോമ്പാക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺസോളേഷൻ പറഞ്ഞായിരുന്നു. കൺസോളേഷൻ എന്താണ്, വാട്ടർ ആണ് വോയിഡ്സിൽ നിന്ന് റിമൂവ് ആയി പോകുന്നത്, അങ്ങനെ വോളിയം കുറയുവാണ്. കോമ്പാക്ഷനിൽ എയർ ആണ് വോയിഡ്സിൽ നിന്ന് റിമൂവ് ആയി പോകുന്നത്, അങ്ങനെ വോളിയം കുറയുവാണ്. അപ്പൊ അവിടെ ഡെൻസിറ്റി കൂടുവാണ്. അതാണ് കോമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് എയർ ഈസ് എക്സ്പെൽഡ് ഔട്ട് ഫ്രം ദ വോയിഡ് സ്പേസ് ഓഫ് ദി സോയിൽ ആൻഡ് ഹെൻസ് ഡെൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. അതിൽ കോമ്പാക്ഷൻ നമ്മൾ പ്രസ് ചെയ്യുകയാണ് സോയിൽ പാർട്ടിക്കിൾസിനെ. അതായത് കോമ്പാക്ട് ആയിട്ടിരിക്കുക എന്ന് പറയില്ല. അതായത് എങ്ങനെ കോമ്പാക്ട് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ടാമ്പ് ചെയ്ത് അല്ലെങ്കിൽ റാം ചെയ്ത് കോമ്പാക്ട് ആക്കി വെക്കുവാണ്, ഡെൻസിറ്റി കൂട്ടി. എന്തെങ്കിലും മെക്കാനിക്കൽ മെത്തേഡ്സ് ആയ റാമിങ്ങോ ടാമ്പിങ്ങോ ഒക്കെ വെച്ചാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യാറ്. ദെൻ കോമ്പാക്ഷനും കൺസോളേഷനും തമ്മിലുള്ള ഡിഫറൻസ്. കോമ്പാക്ഷൻ എങ്ങനെ നടക്കുന്നത്, occurs due to the expulsion of air from the voids, whereas consolidation occurs due to the expulsion of water from the voids. Then compaction is applicable to partially saturated soil and consolidation is applicable to fully saturated soil. അത് നമുക്ക് ഓൾറെഡി അറിയാം. കൺസോളേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൊത്തം ആ സോയിലിനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കിയതിനു ശേഷം വേണം കൺസോളേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ കോമ്പാക്ഷനിൽ അങ്ങനെയല്ല, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ അല്ല, പാർഷ്യലി നമുക്ക് സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. ദെൻ കോമ്പാക്ഷനിൽ ഡൈനാമിക് ലോഡിംഗ് ആണ്, അതായത് ഒരു ഇന്ന വെയിറ്റ് 2.6 kg റാമർ ആണ് നമ്മൾ ലൈറ്റ് കോമ്പാക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അത് ഇത്ര ഹൈറ്റിൽ നിന്ന്, അതായത് 310 mm ഫ്രീ ഫോൾ ആണ്, ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്യാനാണ് നമ്മൾ കോമ്പാക്ഷനിൽ ചെയ്യുന്നത്. ബട്ട് കൺസോളേഷനിൽ അങ്ങനെയല്ല, ഒരു ലോഡ് താഴെ ഇട്ട് കൊടുക്കുവാണ്, സ്റ്റാറ്റിക് ലോഡിംഗ് ആണ്. ഇനി കോമ്പാക്ഷൻ ക്വിക്ക് പ്രോസസ് ആണ്, അപ്പൊ തന്നെ നമ്മൾ ചെയ്ത് കഴിയും. ബട്ട് കൺസോളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് 24 hours എങ്കിലും മിനിമം വേണം. പക്ഷെ കൺസോളേഷൻ പൂർത്തിയാവാനായിട്ട് ചില സോയിലൊക്കെ 1 month വരെ എടുക്കാം. സോ സ്ലോ പ്രോസസ് ആണ്. ഇനി കോമ്പാക്ഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് കൊഹസീവ് ആൻഡ് കൊഹഷൻലെസ് സോയിൽ ആൻഡ് കൺസോളേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു കൊഹസീവ് സോയിൽ. കാരണം ക്ലേ സോയിലാണ് നമ്മൾ മെയിൻലി ചെയ്യാറ്. സോ കൊഹസീവ് സോയിലിന് മാത്രമാണ് കൺസോളേഷൻ ആപ്ലിക്കബിൾ ഉള്ളൂ. സോ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പാക്ഷൻ ചെയ്യുന്നത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോമ്പാക്ഷൻ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത്. അതിൽ ഈ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the density corresponding to optimum moisture content is known as maximum dry density. അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം, വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി is known as optimum moisture content or OMC. ഇതിനെ MDD എന്നൊരു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്നുണ്ട് ഇവിടെ, MDD OMC, അത് ഓർക്കുക. ഇനി നമ്മൾ കോമ്പാക്ഷനിൽ മെയിൻലി 2 types ഓഫ് കോമ്പാക്ഷൻ ആണുള്ളത്. ഒന്ന് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഈസ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ്. അതിൽ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിനെ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്ന് പറയും ആൻഡ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിനെ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് എന്നും പറയും.
ഇതാണ് കോമ്പാക്ഷൻ കർവ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ലാബിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു, ഞാൻ പ്രൊസീജിയർ പറയുന്നില്ല, നിങ്ങൾക്ക് പ്രൊസീജിയർ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം 8% വാട്ടർ ആഡ് ചെയ്തു, സോയിലുമായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ 3 kg സോയിലാണ് ലൈറ്റ് കോമ്പാക്ഷൻ ആണെങ്കിൽ എടുക്കുന്നത്. 3 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. മൗൾഡിലോട്ട് ഒരു പാർട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ റാമറും ഉണ്ട്, 2.6 kg വെയിറ്റ് റാമറും, ഫ്രീ ഫോൾ 310 mm, ഓരോ ലെയറിനും 25 ബ്ലോസും ആണ് നമ്മൾ കൊടുക്കാറ്. എന്നിട്ട് നമ്മൾ 3 പാർട്ടും ഇട്ടിട്ട് കോളറൊക്കെ ഫിക്സ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ദെൻ കോളറൊക്കെ റിമൂവ് ചെയ്ത് ആ മൗൾഡ് വിത്ത് സോയിൽ ലെവൽ ചെയ്ത് സോയിലിന് വെയിറ്റ് എടുത്തു. എന്നിട്ട് അതെടുത്ത് ഓവനിൽ വെച്ചു, അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. അടുത്ത ദിവസം നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് ദെൻ നമ്മൾ 2% വാട്ടർ അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു സെയിം സോയിലിലോട്ട് തന്നെ. വീണ്ടും പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തു, നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ വെയിറ്റ് വാട്ടർ കണ്ടന്റ് കൂടുന്തോറും ഡെൻസിറ്റി കൂടി 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 ഒരു ഒപ്റ്റിമം കണ്ടന്റ് എത്തി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സംഭവിച്ചു, ഡെൻസിറ്റി കുറയുവാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ലൈൻ ഇതിനെയാണ്, ഈ വാട്ടർ കണ്ടന്റിനെയാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റിനെയാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഈ ഒപ്റ്റിമത്തിന്റെ ലെഫ്റ്റിലുള്ള സ്ട്രക്ചറിനെ ഡ്രൈ ഓഫ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിന് ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്നും ഇതിന്റെ റൈറ്റ് സൈഡിന് വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് പറയും. ഓക്കെ, ഇത് വെറ്റ് ഓഫ് ഒപ്റ്റിമം, ഇത് ഡ്രൈ ഓഫ് ഒപ്റ്റിമം, വെറ്റ് ഓഫ് ഒപ്റ്റിമം, ഡ്രൈ ഓഫ് ഒപ്റ്റിമം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ട്രക്ചർ പഠിച്ചായിരുന്നു ഇല്ലേ, അതായത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ, ഡിസ്പേഴ്സ് സ്ട്രക്ചർ. അപ്പൊ ഈ ഡ്രൈ ഓഫ് ഒപ്റ്റിമം ഈ സൈഡിൽ സ്ട്രക്ചർ ഫ്ലോക്കുലേറ്റഡ് ആണ്, ഈ സൈഡിൽ സ്ട്രക്ചർ ഡിസ്പേഴ്സ്ഡ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ സൈഡില് ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ ഫ്ലോക്കുലേറ്റഡ് ആണ് സ്ട്രക്ചർ, ഈ സൈഡില് വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ ഡിസ്പേഴ്സ്ഡ് ആണ് സ്ട്രക്ചർ. പിന്നെ ഉള്ളത് ഒരു എന്തുകൊണ്ടാണ് ഈ വാട്ടർ കണ്ടന്റ് ഇവിടെ കുറഞ്ഞത്, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതായത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് ആദ്യം കൊടുക്കുമ്പോൾ ഡെൻസിറ്റി കൂടി 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 വരിക, പിന്നെ കുറയുക. എന്തുകൊണ്ടാ? അതായത് ആദ്യം വാട്ടർ ആഡ് ചെയ്യും തോറും സോയിൽ കുറച്ചും കൂടി വർക്കബിൾ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എയർ വോയിഡ്സ് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുശേഷം ഒരു ഒപ്റ്റിമം കണ്ടന്റ് എത്തിയതിനു ശേഷം അപ്പൊ നമുക്ക് എയർ വോയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോയിലിന്റെ സ്പേസിൽ കയറി വാട്ടർ കയറി ഇരിക്കാൻ തുടങ്ങും. അതായത് സോയിലിനെ റിമൂവ് ചെയ്ത് സോയിലിന്റെ സ്പേസിലും കൂടി വാട്ടർ കയറിയിരിക്കും. അപ്പോൾ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനൊക്കെ കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയുവാണ് ചെയ്യുന്നത്. കാരണം സോയിലിന്റെ സ്പേസിലും കൂടി വാട്ടർ കയറി ഇരിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡെൻസിറ്റി കുറയുന്നത്. ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഇത് സീറോ എയർ വോയിഡ് ലൈൻ, നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്ന കർവാണ് ഈ കർവ്. ഓക്കെ, ഇതാണ് കോമ്പാക്ഷൻ കർവ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു ലൈൻ വരച്ചേക്കുവാണ്, അതൊരിക്കലും ഇതിനെ ഇന്റർസെക്ട് ചെയ്ത് പോകില്ല. അതായത് ഈ കർവിന് ഇങ്ങനെ പോകില്ല, അതൊരിക്കലും എപ്പോഴും ഇതിന്റെ മേലെ കൂടിയേ പോകുള്ളൂ, ടച്ച് ചെയ്ത് പോവില്ല, ജസ്റ്റ് ഒന്ന് മേളിൽ കൂടിയേ പോകുള്ളൂ. അതിനെയാണ് സീറോ എയർ വോയിഡ് ലൈൻ ഓർ 100% സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുന്നത്. അത് തിയറട്ടിക്കൽ ലൈൻ ആണ്, ഓർ തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി നമ്മൾ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് ഈ ലൈൻ. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് 100% സാച്ചുറേഷൻ ലൈൻ, അതായത് ഗാമ ഡി തിയറട്ടിക്കൽ മാക്സിമം എന്ന് പറയും, മാക്സിമം തിയറട്ടിക്കൽ ഡ്രൈ ഡെൻസിറ്റി. അത് G ഗാമ W ബൈ 1 പ്ലസ് WG ആണ്. ഇത് എങ്ങനെയാ കിട്ടിയെന്ന് പറയാവോ? നമ്മുടെ ഗാമാഡിയുടെ ശരിക്കും ഇക്വേഷൻ എന്തായിരുന്നു? G ഗാമ W ബൈ 1 പ്ലസ് E ആണ് അല്ലെ? പക്ഷെ E നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, WG ബൈ S ആണ് ഇയുടെ ഇക്വേഷൻ. പക്ഷെ 100% സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എസിന് 1 കൊടുക്കാം. സോ ഇയുടെ സ്ഥാനത്ത് എന്തെന്ന് എഴുതാം? WG എന്ന് എഴുതാം. കാരണം WG ബൈ എസിന് പകരം WG എന്ന് എഴുതാം, കാരണം S 1 ആയതുകൊണ്ട്. സോ ഗാമാഡിയുടെ ഇക്വേഷൻ എന്തായി? G ഗാമ W ബൈ 1 പ്ലസ് WG. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. കാരണം ഈ GT-യിലെ ഇക്വേഷൻസ് ഉള്ളത് മാക്സിമം നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അതിന് മാത്രം ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ് ഒന്നും അല്ല ജിയോടെക്കിലുള്ളത്. സോ
ഏതെങ്കിലും ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗാമയുടെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാമാഡിയും ഗാമാസാറ്റും ഒറ്റയടിക്ക് കിട്ടും. എന്താ ഗാമയുടെ ഇക്വേഷൻ? ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ എസ് ബൈ 1 + e. അതിൽ ഗാമാഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എസിന് 0 ഇട്ട് കൊടുത്താൽ മതി. സോ ഗാമാഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 + e. അതിൽ തന്നെ തിയറിറ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഓർ 100% സാച്ചുറേഷൻ ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്ക് ഡബ്ല്യു ജി ബൈ എസ് കൊടുക്കുക, ആ എസിന് 1 കൊടുക്കുക, അപ്പൊ നമുക്ക് ഗാമാഡി തിയറിറ്റിക്കൽ മാക്സിമം കിട്ടും. അതുപോലെ തന്നെ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് ടോപ്പിക് ആ ബേസിക് ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു. അതായത് ഗാമാഡി ഈസ് ഈക്വൽ ടു 1 - NA ഇൻറ്റു ജി ഗാമ ഡബ്ല്യു ബൈ 1 + WG. അത് ഈ NA എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേരെ ഈ ഇക്വേഷനും കൂടി. അതില് നമുക്ക് എയർ വോയിഡ് 0 കൊടുത്താലും ആ ഇക്വേഷൻ ഫോർ 0 എയർ വോയിഡ് ലൈൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ പെർസെൻറ്റേജ് എയർ വോയിഡ് 0 കൊടുക്കുക. സോ 1 - 0 1 ജി ഗാമ ഡബ്ല്യു ബൈ 1 + WG എന്ന് തന്നെ വരില്ലേ? അതിന്റെ അർത്ഥം എന്താ? 0 എയർ വോയിഡ് ലൈൻ ആൻഡ് 100% സാച്ചുറേഷൻ ലൈൻ കോയിൻസൈഡ്സ്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. 0 എയർ വോയിഡ് ലൈൻ ഓർ 100% സാച്ചുറേഷൻ ലൈൻ. കാരണം രണ്ടിന്റെ ഇക്വേഷൻ സെയിം ആണ്. സോ രണ്ട് ലൈനും സെയിം തന്നെയാണ്. സോ ഈ ഇക്വേഷനും കൂടി ആ ബേസിക് ഇക്വേഷൻസിന്റെ കൂടെ പഠിക്കുക. പിന്നെ ഈ രണ്ട് ഇക്വേഷനും അത് എളുപ്പമാണ്, നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ NAക്ക് 0 കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ E = WG / Sന് 1 കൊടുത്താൽ മതി. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രോക്ടർ ടെസ്റ്റ് അല്ലെങ്കിൽ കോമ്പാക്ഷൻ ടെസ്റ്റ് ആണുള്ളത്. സ്റ്റാൻഡേർഡ് പ്രോക്ടർ അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റും മോഡിഫൈഡ് പ്രോക്ടർ ഓർ ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റും ആണുള്ളത്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും കർവ് വരച്ചേക്കും. നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൽ എവിടെയാണ് എഫേർട്ട് കൂടുതൽ വരുന്നത്? മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിലാണ് എഫേർട്ട് കൂടുതൽ വരുന്നത്. ഓക്കെ, ഈ കർവ് ആണ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിന്റെ കർവ്. ഇത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിന്റെ കർവാണ്. അപ്പൊ എന്താ ഇതിന്റെ ഡിഫറൻസ്? മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിന്റെ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് 4.9 kg ആണ് റാമറിന്റെ വെയിറ്റ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് വാട്ടർ കണ്ടന്റിൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യും. അതാണ് ഈ കർവ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടുത്തെ ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്, പക്ഷെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കൂടുതലാണ്. അതുപോലെ ഇവിടത്തെ ആവുമ്പോൾ ഇതെന്താ? ഇത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിന്റെ കർവാണ്. ഇവിടുത്തെ ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് കൂടുതലാണ്, ഡ്രൈ ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ വാട്ടർ കണ്ടന്റ് കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഇവിടെ എഫേർട്ട് കൂടുതലായതുകൊണ്ട് തന്നെ ആസ് എഫേർട്ട് ഇൻക്രീസസ് ഡെൻസിറ്റി വിൽ ഓൾസോ ഇൻക്രീസസ് ആൻഡ് ഡെൻസിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് അറ്റ് എ ലോവർ വാട്ടർ കണ്ടന്റ്. അത് മാത്രമേ ഈ ഇതിൽ നിന്ന് പഠിച്ചു വെച്ചാൽ മതി, ജസ്റ്റ് അറിഞ്ഞിരിക്കാനായിട്ട്. ഈ ഡയഗ്രാം പഠിച്ചാൽ തന്നെ, ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നെക്സ്റ്റ് ഈസ് കോമ്പാക്ഷൻ ഓഫ് സാൻഡ്സ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് സാൻഡി സോയിൽസിൽ ശരിക്കും നമുക്ക് കോമ്പാക്ഷൻ കർവ് അല്ലെങ്കിൽ കോമ്പാക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. ഓർ കോമ്പാക്ഷൻ കർവോ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് എഫക്റ്റോ ഡ്രൈ ഡെൻസിറ്റിയിൽ അത് വെൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഡ്രൈ ഡെൻസിറ്റി ആദ്യം വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ കുറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ പോർ വാട്ടറിൽ ഒരു കാപ്പിലറി ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ആ കാപ്പിലറി ടെൻഷൻ സോയിൽ പാർട്ടിക്കിൾസിനെ ഒരു ഡെൻസ് സ്റ്റേറ്റിലോട്ട് എത്തിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വോളിയം കൂടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുറത്ത് മാത്രമേ ഇത് വെള്ളം എടുക്കുള്ളൂ. അതായത് അകത്തോട്ട് ഈ വെള്ളം കയറാണ്ട് പുറത്ത് മാത്രം വെള്ളം കയറിയിട്ട് വോളിയം കൂടത്തേ ഉള്ളൂ, ഡെൻസിറ്റി കൂടുന്നില്ല. ആ ഒരു പ്രോസസ്സിനെയാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. വാട്ടർ ആദ്യം ആഡ് ചെയ്യുമ്പോഴത്തേക്കും കാപ്പിലറി ടെൻഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് പോർ വാട്ടറിൽ. ആ കാപ്പിലറി ടെൻഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? സോയിൽ പാർട്ടിക്കിൾസ് ഡെൻസർ ആവില്ല, പകരം വോളിയം കൂടത്തേ ഉള്ളൂ. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം ബൾക്കിംഗ് ഒക്കേഴ്സ് അറ്റ് എ വാട്ടർ കണ്ടന്റ് ഓഫ് അബൌട്ട് 4 to 5%. ഈ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്താന്ന് പഠിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, വാട്ടർ ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കും, സാൻഡിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് അകത്തോട്ട് പെനട്രേറ്റ് ചെയ്യാണ്ട് കോമ്പാക്ട് ആവാണ്ട് പകരം ജസ്റ്റ് ആ സർഫസിൽ മാത്രം ഒരു ബൾക്കിംഗ് ഫിനോമിന ഉണ്ടാവും. അതായത് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. അത് കാപ്പിലറി ടെൻഷൻ കാരണമാണെന്ന് ഓർത്തു വെക്കുക. ആ ഒരു പ്രോപ്പർട്ടിയാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ്.
ഇനി മാക്സിമം ബൾക്കിംഗ് ഒക്കർ ചെയ്യുന്നത് അറ്റ് എ വാട്ടർ കണ്ടന്റ് ഓഫ് 4 to 5% മാക്സിമം ബൾക്കിംഗ് ഉണ്ടാവുന്നത്. ഇതാണ് കോമ്പാക്ഷൻ കർവ് ഫോർ എ സാൻഡ്. ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി. അതായത് ആദ്യം വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ എന്ത് സംഭവിച്ചു, ഡെൻസിറ്റി കുറയുവാണ്. ഇത് ബൾക്കിംഗ് ഉള്ളത് കൊണ്ടാണ് എന്ത് വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നത്. കാരണം വോളിയം കൂടുവാണ് ഈ ഒരു കണ്ടീഷനിൽ. അപ്പൊ മാക്സിമം ബൾക്കിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള പോയിന്റ്, ആ പോയിന്റ് ആണ് മാക്സിമം ബൾക്കിംഗ് പോയിന്റ്. അത് കഴിഞ്ഞ് പിന്നെ അത് നോർമൽ സ്റ്റേജിലോട്ട് വരുവാണ്. പിന്നെ വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴത്തേക്കും ഡെൻസിറ്റി കൂടി ഫുൾ സാച്ചുറേഷനിൽ എത്തുമ്പോഴത്തേക്കും മാക്സിമം ഡെൻസിറ്റി എത്തി. പിന്നെ വീണ്ടും എന്താ ഒരു ചെറിയൊരു ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. ഇതാണ് കോമ്പാക്ഷൻ കർവ് ഓൺ സാൻഡ്. അത് ശരിക്കും വെൽ ഡിഫൈൻഡ് അല്ല. ഇനി ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്സ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് ഇന്ന മെത്തേഡ് ഏത് സോയിലാണ് സൂട്ടബിൾ എന്ന രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഷീറ്റ് ഫുഡ് റോളർ എന്തിനാണ്, അല്ലെങ്കിൽ വൈബ്രേറ്ററി റോളർ എന്തിനാണ്, അല്ലെങ്കിൽ ടാമ്പേഴ്സ് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ. ടാമ്പേഴ്സ് ഉണ്ട്, റോളേഴ്സ് ഉണ്ട്, വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ്, വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്, കോമ്പാക്ഷൻ ബൈ പോണ്ടിങ്, കോമ്പാക്ഷൻ ബൈ എക്സ്പ്ലോസീവ്സ്, കോമ്പാക്ഷൻ പൈൽസ്. ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതിൽ ആദ്യം ടാമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടാമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് സാധാരണ നമ്മൾ വേറെ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ ടാമ്പേഴ്സ് യൂസ് ചെയ്യാറ്. അത് എല്ലാ ടൈപ്സ് ഓഫ് സോയിൽസിനും യൂസ് ചെയ്യാം. ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ടാമ്പേഴ്സ് നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് സോയിൽസിനും യൂസ് ചെയ്യാം. ഏത് സോയിലിനാണ് സ്യൂട്ടബിൾ എന്നാണ് സാധാരണ ചോദിക്കാറുള്ളൂ. സോ ടാമ്പേഴ്സ് എല്ലാ ടൈപ്സ് ഓഫ് സോയിൽസിനും സ്യൂട്ടബിൾ ആണ്. നെക്സ്റ്റ് ഈസ് റോളേഴ്സ്. റോളേഴ്സ് തന്നെ 3 ടൈപ്സ് ഓഫ് റോളർ ഉണ്ട്. ന്യൂമാറ്റിക് ടയേർഡ് അല്ലെങ്കിൽ സ്മൂത്ത് വീൽ റോളർ ഉണ്ട്, ന്യൂമാറ്റിക് ടയേർഡ് റോളർ ഉണ്ട്, ഷീപ്പ് ഫുഡ് റോളർ ഉണ്ട്. അതിൽ സ്മൂത്ത് വീൽ റോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഗ്രാനുലാർ ബേസ് കോഴ്സ്, ഹൈവേയിലെ ഗ്രാനുലാർ ബേസ് കോഴ്സ് കോമ്പാക്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യാറ്. സ്മൂത്ത് വീൽ റോളർ മെയിൻലി ഗ്രാനുലാർ ബേസ് കോഴ്സ്, ഹൈവേയിലെ ഗ്രാനുലാർ ബേസ് കോഴ്സിനെ കോമ്പാക്ട് ചെയ്യാൻ, അതായത് ഗ്രാനുലാർ സോയിൽസിനെ കോമ്പാക്ട് ചെയ്യാനായിട്ടാണ് സ്മൂത്ത് വീൽ റോളർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ന്യൂമാറ്റിക് ടയേർഡ് റോളർ എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് കോഹസീവ് ആൻഡ് കോഹഷൻലെസ് സോയിൽസിന് സൂട്ടബിൾ ആണ്. അത് കോമ്പാക്ട് ചെയ്യുന്നത് ബൈ നീഡിങ് ആക്ഷൻ വെച്ചാണ് കോമ്പാക്ട് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. അത് സാധാരണ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ടൈപ്പ് ഓഫ് റോളർ ആണ് ന്യൂമാറ്റിക് ടയേർഡ് റോളർ. നെക്സ്റ്റ് ഇസ് ഷീപ്പ് ഫുഡ് റോളർ. അതെന്തിനാണ്, കൊഹസീവ് സോയിൽസിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലേയി സോയിൽസിനാണ്. ഈ ഉഴുത് മറിക്കുക എന്ന രീതിയിൽ നമ്മൾ പറയില്ലേ, അത് ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഷീപ്പ് ഫുഡ് റോളർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊഹസീവ് സോയിൽ, അതായത് ക്ലേയി സോയിൽസിനാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്ഷൻ ഈസ് ഡൺ ബൈ ടാമ്പിങ് ആൻഡ് നീഡിങ് ആക്ഷൻ. 2 ആക്ഷനും അവിടെ എടുക്കുന്നുണ്ട്. സോ അപ്പോൾ റോളേഴ്സിൽ സ്മൂത്ത് വീൽ റോളർ ഗ്രാനുലാർ സോയിൽസിന്, then pneumatic tire roller both cohesive and cohesionless soil and is done by kneading action. Sheep food roller tamping and kneading action and is used for cohesive soil. പിന്നെ ടാമ്പേഴ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ, അത് എല്ലാ ടൈപ്സ് ഓഫ് സോയിൽസിനും സ്യൂട്ടബിൾ ആണ്. പിന്നെയുള്ള വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ്, അത് വൈബ്രേഷൻസ് വെച്ചാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത്. അത് ഗ്രാനുലാർ സോയിൽസിനാണ് സ്യൂട്ടബിൾ. ഓക്കെ. പിന്നെ വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്. വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ആയിട്ടുള്ള സാൻഡി സോയിൽസിന് അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഉണ്ടാവും, ഒരു വാട്ടർ ജെറ്റ് ഉണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് എക്സെൻട്രിക് വെയിറ്റ് ഉണ്ടാവും. അത് വെച്ചാണ് നമ്മൾ വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അത് പഠിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഇത് ഓർത്ത് വയ്ക്കുക. വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫോർ കോമ്പാക്ടിങ് തിക് ലൂസ് സാൻഡി സോയിൽ. ദെൻ കോമ്പാക്ഷൻ ബൈ പോണ്ടിങ്, അതിന് വേറൊരു മെത്തേഡും ഉണ്ട്, ഓൾസോ കോൾഡ് ആസ് ഡൈനാമിക് കോമ്പാക്ഷൻ ആൻഡ് is suitable for granular soil. ഇനി കോമ്പാക്ഷൻ ബൈ എക്സ്പ്ലോസീവ്സ്, അത് സാച്ചുറേറ്റഡ് കോക്ഷൻലെസ് സോയിൽസിനാണ്. ബ്ലാസ്റ്റിംഗ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ആണ് നമ്മൾ എന്താ കോക്ഷൻലെസ് സോയിൽ, സാച്ചുറേറ്റഡ് കോക്ഷൻലെസ് സോയിലിനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്രീ കംപ്രഷൻ ഓർ പ്രീ ലോഡിങ്. അത് ഫോർ സിൽട്ട് ആൻഡ് ക്ലേ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അത് പ്രീ ലോഡിങ്, അതായത് കൺസ്ട്രക്ഷൻ മുമ്പ് തന്നെ നമ്മൾ ഒരു സർചാർജ് ഫില്ല് നമ്മൾ ഇൻ ദ ഫോം ഓഫ് എർത്ത് ആൻഡ് ഫിൽ നമ്മൾ ആ സൈറ്റിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സെറ്റിൽമെന്റ് നടക്കും ഇല്ലേ,
നമ്മളൊരു ലോഡ് അവിടെ സോയിലിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും സംഭവിക്കും അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും പിന്നെയുള്ള സെറ്റിൽമെന്റ് മിനിമൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓൾറെഡി സെറ്റിൽമെന്റ് അവിടെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുവാണ്. പിന്നെ സെറ്റിൽമെന്റ് ഉണ്ടാവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യിപ്പിക്കാനായിട്ട് ആ ഒരു പ്രോസസ്സാണ് പ്രീ ലോഡിങ് ഓർ പ്രീ കംപ്രഷൻ. നേരത്തെ കംപ്രസ് ചെയ്യിപ്പിക്കുവാണ് സോയിലിന്, അല്ലെങ്കിൽ നേരത്തെ ലോഡ് ചെയ്യിപ്പിക്കുവാണ് ആ സോയിലിന്. അതിനെയാണ് പ്രീ ലോഡിങ് ഓർ പ്രീ കംപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോമ്പാക്ഷൻ പൈൽസ് ഓർ സാൻഡ് പൈൽസ്. അത് കോഷൻലെസ് സോയിൽസിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കോമ്പാക്ട് ചെയ്യുന്നത് വൈബ്രേഷൻ വെച്ചാണ് കോമ്പാക്ട് ചെയ്യുന്നത്. അടുത്തത് പ്ലേസ്മെന്റ് വാട്ടർ കണ്ടന്റ്. The water content applied in the field for compaction is called placement water content. It may be different from OMC obtained in the lab. അതായത് നമ്മൾ ഇപ്പോൾ കോമ്പാക്ഷൻ ചെയ്തു സ്റ്റാൻഡേർഡ് പ്രോക്ടറോ അല്ലെങ്കിൽ മോഡിഫൈഡ് പ്രോക്ടറോ എന്തോ ആയിക്കോട്ടെ, അത് രണ്ടും ചെയ്തിട്ട് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ ലാബിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. പക്ഷെ ആ ലാബിൽ കണ്ടുപിടിച്ച OMC ആയിരിക്കണം എന്നില്ല നമ്മൾ ഫീൽഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന വാട്ടർ കണ്ടന്റ്. അവിടെ ഏത് വാട്ടർ കണ്ടന്റ് ആണോ സ്യൂട്ടബിൾ ആ കോമ്പാക്ഷന്, ആ വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വാട്ടർ കണ്ടന്റിനെയാണ് പ്ലേസ്മെന്റ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് OMC ആയിട്ട് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഈസ് റിലേറ്റീവ് കോമ്പാക്ഷൻ. റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫീൽഡ് മേ ബി ഡിഫറെന്റ് ഫ്രം മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ദ ലാബ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു OMC അല്ല നമ്മൾ എടുക്കുന്ന വാട്ടർ കണ്ടന്റ്. പ്ലേസ്മെന്റ് വാട്ടർ കണ്ടന്റും OMCയും സെയിം ആവണമെന്നില്ല. അതുപോലെ തന്നെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ലാബിൽ കിട്ടിയ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആവണമെന്നില്ല. അതുകൊണ്ട് എന്ത് ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫീൽഡ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും റേഷ്യോനെയാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ഇൻ ദ ഫീൽഡ് to the maximum density obtained in the lab is known as relative compaction. The ratio of dry density in the field to the maximum density obtained in the lab is known as relative compaction. Next is compaction control. Compaction control എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലുള്ള ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും ചെക്ക് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു അച്ചീവ് എഫക്റ്റീവ് കോമ്പാക്ഷൻ. അപ്പോൾ ഡെൻസിറ്റിയും വാട്ടർ കണ്ടന്റും ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് കോമ്പാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ പേര് കേൾക്കും, ബാക്കിയെല്ലാം നമുക്ക് പേര് കേൾക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ കോമ്പാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൺട്രോൾ ചെയ്യുവാണ് എന്ന് നമ്മൾ ഓർക്കും. അങ്ങനെയല്ല, നമ്മൾ ചെക്ക് ചെയ്യുവാണ്, മോണിറ്റർ ചെയ്യുവാണ് വാട്ടർ കണ്ടന്റും ഡ്രൈ ഡെൻസിറ്റിയും ഇൻ ദ ഫീൽഡ് നമ്മൾ മോണിറ്റർ ചെയ്യുവാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ടു അച്ചീവ് എഫക്റ്റീവ് കോമ്പാക്ഷൻ. ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ കൺട്രോൾ എങ്ങനെ ചെയ്യണം? രണ്ട് മെഷർ ചെയ്യണം. ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യണം, വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യണം. ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ കോമൺലി ഫീൽഡിൽ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോർ കട്ടർ മെത്തേഡും സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോർ കട്ടർ മെത്തേഡും സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും ആണ് ഫീൽഡിൽ ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വാട്ടർ കണ്ടന്റ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറെ മെത്തേഡ്സ് ഉണ്ട്. കാൽഷ്യം കാർബൺ മെത്തേഡ് ഉണ്ട്, ആൽക്കഹോൾ മെത്തേഡ് ഉണ്ട്, സാൻഡ് ബാത്ത് മെത്തേഡ് ഉണ്ട്, പ്രോക്ടർ നീഡിൽ മെത്തേഡ് ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്രോക്ടർ നീഡിൽ മെത്തേഡ് ആണ് കേട്ടോ. കോമ്പാക്ഷൻ കൺട്രോളിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോക്ടർ നീഡിലാണ്. അതാണ് കോമ്പാക്ഷൻ കൺട്രോൾ. ഇനി അടുത്തത് GT1 ലാസ്റ്റ് ടോപ്പിക് സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്. സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സിൽ അതായത് നമുക്ക് സ്ലോപ്പ് സ്റ്റെബിലിറ്റി വരുന്നത് നമുക്ക് സ്ലോപ്പ് രണ്ട് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടും കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീപ്പ് ആയിട്ടും കൺസ്ട്രക്ട് ചെയ്യാം. രണ്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം. അതായത് ഫ്ലാറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സേഫ്. പക്ഷെ ഫ്ലാറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ലാൻഡ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അൺഎക്കണോമിക്കലാണ് ഫ്ലാറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ സ്റ്റീപ്പായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എക്കണോമിക്കലാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് സേഫ്. അപ്പൊ സ്ലോപ്പ് സേഫ് ആണ് അല്ലെങ്കിൽ സേഫ് ആണ് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. പല ടൈപ്സ് ഓഫ് സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ട്.
റൊട്ടേഷണൽ ഫെയിലിയർ ഉണ്ട്, ട്രാൻസ്ലേഷണൽ ഫെയിലിയർ ഉണ്ട്, കോമ്പൗണ്ട് ഫെയിലിയർ ഉണ്ട്, വെഡ്ജ് ഫെയിലിയർ ഉണ്ട്. ഓക്കെ, റൊട്ടേഷണൽ ഫെയിലിയർ ഉണ്ട്, ട്രാൻസ്ലേഷണൽ ഫെയിലിയർ ഉണ്ട്, കോമ്പൗണ്ട് ഫെയിലിയർ ഉണ്ട്, വെഡ്ജ് ഫെയിലിയർ ഉണ്ട്. അതിൽ റൊട്ടേഷണൽ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ഒക്കേഴ്സ് ബൈ ദി rotation along a slip surface by downward and outward movement of soil mass. The slip surface is generally circular. Okay, അതായത് ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തേക്ക് വന്നിരിക്കട്ടെ, അപ്പം മണ്ണിടിഞ്ഞ് വീഴുവാണ്, അതായത് ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റ്, പുറത്തോട്ട് വീഴുവാണ്, ഓർ ഔട്ട്വേർഡ് മൂവ്മെന്റ് താഴോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ എന്ന രീതിയിൽ മണ്ണിടിഞ്ഞ് വീഴുവാണ്, അതിനെയാണ് സ്ലോപ്പ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ലിപ്പ് സർഫസ് എന്ന് വെച്ചാൽ ഫെയിലിയർ സർഫസ് തന്നെയാണ് കേട്ടോ. സർക്കുലാർ ആണെങ്കിൽ ആൻഡ് ഫെയിലിയർ ഒക്കേഴ്സ് ബൈ ദ റൊട്ടേഷൻ കാരണമാണ് ഫെയിലിയർ സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് റൊട്ടേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടോപ്പ് ഫെയിലിയർ ഉണ്ട്, സ്ലോപ്പ് ഫെയിലിയർ ഉണ്ട്, ബേസ് ഫെയിലിയർ ഉണ്ട്. ശരിക്കും ഫിഗർ നോക്കി പഠിക്കുന്നതാണ് എളുപ്പം. ടോപ്പ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ സർഫസ് ഒരു ടോയിൽ കൂടെ പാസ് ചെയ്യുവാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ ടോപ്പ് ഫെയിലിയർ എന്നും. സ്ലോപ്പ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയുടെ മേളിലായിട്ട് സ്ലോപ്പിൽ വന്ന് ഫെയിലിയർ സർഫസ് ഇന്റർസെക്ട് ചെയ്യുന്നു. ബേസ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയുടെ താഴെ പോവാണ്, അതിനെയാണ് ബേസ് ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ഫെയിലിയർ എന്ന് വെച്ചാൽ ടോയിൽ കൂടെയാണ് ഫെയിലിയർ സർഫസ് പോകുന്നത്. സ്ലോപ്പ് ഫെയിലിയർ എന്ന് വെച്ചാൽ ടോയുടെ ഈ ടോ എന്ന പോയിന്റിന്റെ മേളിൽ സ്ലോപ്പിൽ വന്നിട്ടാണ് ഈ ഫെയിലിയർ സർഫസ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇനി ബേസ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയുടെ താഴെ കൂടെ പോയിട്ട് ബേസിൽ വന്ന് ഈ ഫെയിലിയർ സർഫസ് ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ബേസ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഈ 3 ടൈപ്സ് ഓഫ് ഫെയിലിയർ ഏത് ഫെയിലിയറിലാണ് ഉള്ളത്? റൊട്ടേഷണൽ ഫെയിലിയറിലാണ് ഈ 3 ടൈപ്സ് ഓഫ് ഫെയിലിയർ ഉള്ളത്. ഇനി അടുത്ത ട്രാൻസ്ലേഷണൽ ഫെയിലിയർ, അതായത് പാരലലി ഫെയിലിയർ നടക്കുവാണെങ്കിൽ, അതായത് സ്ലോപ്പ് ഈ ഹൈ റേഞ്ച് ഏരിയാസിലൊക്കെ ഇൻഫിനിറ്റ് സ്ലോപ്സ്, ഹൈ റേഞ്ച് ഏരിയാസിലൊക്കെ ഇൻഫിനിറ്റ് സ്ലോപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ പാരലൽ ടു സ്ലോപ്പിന് ഫെയിലിയർ സംഭവിക്കുവാണെങ്കിൽ അതിനെയാണ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്, അപ്പൊ അതിനെയാണ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പാരലൽ ടു സ്ലോപ്പിൽ ഫെയിലിയർ സംഭവിക്കുവാണെങ്കിൽ, അങ്ങനെ നടക്കുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതേ കണ്ടോ, ഇതിന് പാരലലി ആണ് ഫെയിലിയർ സംഭവിക്കുന്നത്. അതായത് ഈ ഫേസ് സർഫസിന് സ്ലോപ്പിന്, ഇതാണ് സ്ലോപ്പ് എങ്കിൽ, സ്ലോപ്പ് സർഫസ് എങ്കിൽ അതിന് പാരലായിട്ട് തന്നെ മണ്ണിടിഞ്ഞു പോവുകയാണ്, അതിനെയാണ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോമ്പൗണ്ട് ഫെയിലിയർ. കോമ്പൗണ്ട് ഫെയിലിയർ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ഫെയിലിയർ ആൻഡ് ട്രാൻസ്ലേഷൻ ഫെയിലിയർ. ഇപ്പൊ നമ്മൾ പഠിച്ച 2 ഫെയിലിയറിന്റെയും കോമ്പിനേഷനെയാണ് കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് ഫെയിലിയർ ഇസ് കർവ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് പ്ലെയിൻ ഇൻ ദ മിഡിൽ. ഇപ്പൊ രണ്ടിന്റെയും ഫിഗറിന്റെ കോമ്പിനേഷൻ ഇവിടെ പാരലായിട്ട് വന്നു, ദെൻ ഇവിടെ രണ്ടും കർവ്ഡ് ആയിട്ട് വന്നു. അതായത് റൊട്ടേഷണൽ ഫെയിലിയറിൽ ആ ഒരു സർഫസ് ഇവിടെയും വന്നു. ട്രാൻസ്ലേഷൻ ഫെയിലിയറിന്റെ ആ ഒരു പാരലൽ ആ ഒരു നേച്ചർ അത് ഇവിടെയും വന്നു. ഓക്കെ, അതിനെയാണ് കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വെഡ്ജ് ഫെയിലിയർ എന്ന് വെച്ചാൽ ഒരു വെഡ്ജ് ആയിട്ട് ഇളകി പോവാണ്, ഒരു ബ്ലോക്ക് ആയിട്ട് ഇളകി പോവുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഒരു വെഡ്ജ് അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് പോവാണ്, ഈ വെഡ്ജ് അങ്ങ് ഇളകി പോവുകയാണെങ്കിൽ അതിനെയാണ് വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെബിലിറ്റി ചാർട്ട്. നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്തെന്നാ, സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് ഉണ്ട്, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഉണ്ട്, സ്റ്റെബിലിറ്റി ചാർട്ടും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സിലബസിൽ സ്വീഡിഷ് സർക്കിൾ മെത്തേഡും ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ശരിക്കും പറഞ്ഞ സ്റ്റെബിലിറ്റി ചാർട്ട് എന്നൊരു സാധനവും കൂടി ഉണ്ട്. അതും സ്ലോപ്പ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റെബിലിറ്റി അനാലിസിന് വേണ്ടിയിട്ടാണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിപ്പോ സ്റ്റെബിലിറ്റി ചാർട്ട് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റെബിലിറ്റി അനാലിസിസ് ഓഫ് സ്ലോപ്സ് ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സ്റ്റെബിലിറ്റി നമ്പർ ഫോർ ഡിഫറെന്റ് സ്ലോപ്പ് ആംഗിൾ I ആൻഡ് ഫ്രിക്ഷൻ ആംഗിൾ φm. സ്റ്റെബിലിറ്റി ചാർട്ട് എന്ന് വെച്ചാൽ ഒരു ചാർട്ടാണ്. ആ ചാർട്ടിൽ കുറെ ആംഗിൾസ് നിന്നിട്ടുണ്ടാവും. അതായത് സ്ലോപ്പ് ആംഗിൾ ഒരു ഡയറക്ഷനിൽ തന്നിട്ടുണ്ടാവും, നമ്മുടെ ലോഗ് ബുക്കിലൊക്കെ തന്നേക്കുന്ന പോലെ സ്ലോപ്പ് ആംഗിൾ ഒരു ഡയറക്ഷനിൽ, അതുപോലെ ഫ്രിക്ഷൻ ആംഗിൾ വേറൊരു ഡയറക്ഷനിൽ. അപ്പൊ ഈ 2 ആംഗിൾ, അപ്പൊ കറസ്പോണ്ടിങ് ടു φ ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി ആൻഡ് I ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി. വാട്ട് ഈസ് എ നമ്പർ? അത് രണ്ടും കൂടി വരുന്ന രീതിയിൽ എത്രയാണ് നമ്പർ വരുന്നത്? ഇവിടെ 15ഉം ഇവിടെ 10ഉം ആണെങ്കിൽ ഈ 2 പോയിന്റും വന്ന് നിൽക്കുന്ന ആ നമ്പർ എത്രയാണ് എന്ന് നമ്മൾ എടുക്കുവാണ് ആ ചാർട്ടിൽ നിന്ന്. അതാണ് സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി നമ്പർ ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്.
അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൻ ആണ് സ്റ്റെബിലിറ്റി നമ്പർ, ഇസ് ഈക്വൽ ടു സി ബൈ എഫ് ഇൻറ്റു ഗാമ എച്ച്, വേർ സി കൊഹഷൻ ആണ്, എഫ് എന്ന് വെച്ചാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, ഗാമ യൂണിറ്റ് വെയിറ്റ് ആണ്, എച്ച് എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ദ സോയിൽ ആണ്. സോ ഈ സ്റ്റെബിലിറ്റി നമ്പറിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, സി ബൈ എഫ് ഇൻറ്റു ഗാമ എച്ച് ആണ്. അതുപോലെ സ്റ്റെബിലിറ്റി ചാർട്ട് സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് സ്റ്റെബിലിറ്റി നമ്പർ ആണ്, അതൊരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. അത് നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി നമ്പർ റിലേറ്റ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ആംഗിളിനെയും അതുപോലെ ഫ്രിക്ഷൻ ആംഗിളും വെച്ചാണ് നമ്മൾ ആ ചാർട്ടിൽ നിന്ന് സ്റ്റെബിലിറ്റി നമ്പർ എടുക്കുന്നത്. അതിന്റെ ഇക്വേഷനും സി ബൈ എഫ് ഇൻറ്റു ഗാമ എച്ച്. ഇനി അടുത്ത ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ്. അത് രണ്ട് മെത്തേഡാണുള്ളത്, സ്പീഡിഷ് സർക്കിൾ മെത്തേഡും ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡും. അതിൽ നിങ്ങൾക്ക് മെത്തേഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, കാരണം അത് ഡെറിവേഷനും ഫിഗർ വരയ്ക്കലും ഒക്കെ ആണുള്ളത്. ജസ്റ്റ് ഈ രണ്ട് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടിയിട്ടാണ്, ഗ്രാഫിക്കൽ മെത്തേഡ് ആണെന്ന് ഓർക്കുക. അത് രണ്ടും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെന്ന് ഓർത്താൽ മതി. സ്പീഡിഷ് സർക്കിൾ മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ് മെത്തേഡ് ഓഫ് സ്ലൈസസ്, ആ പേരും കൂടി പഠിച്ചു വെക്കുക. അതുപോലെ actual shape of slip surface in the case of finite slope is curvilinear. For convenience, it is approximated as circular. The speed circle method നമ്മൾ സർക്കുലർ ഫെയിലിയർ സർഫസ് ആണ്, അല്ലെങ്കിൽ ഒരു ആർക്ക് ഓഫ് സർക്കിൾ ഈസ് ടേക്കൺ ആസ് എ സ്ലിപ്പ് സർഫസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ലിപ്പ് സർഫസ് എന്ന് വെച്ചാൽ ഫെയിലിയർ സർഫസ് ആണ്. അപ്പോൾ ഫെയിലിയർ സർഫസ് ഈസ് ടേക്കൺ ആസ് ആൻ ആർക്ക് ഓഫ് സർക്കിൾ ഇൻ ദ കേസ് ഓഫ് സ്പീഡ് സർക്കിൾ മെത്തേഡ്. അത് നമുക്ക് പ്യുവർലി കോസി സോയിൽ നമ്മൾ ചെയ്യാറുണ്ട്, അതുപോലെ C5 സോയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇത് സ്റ്റെബിലിറ്റി അനാലിസിസ് മെത്തേഡാന്ന് പഠിക്കുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെത്തേഡ് ഓഫ് സ്ലൈസസ്. സർക്കുലർ ആണ് ഫെയിലിയർ സർഫസ്. അടുത്തത് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിന്റെ അകത്തും ഫെയിലിയർ സർഫസ് ഈസ് അസ്യൂംഡ് ആസ് സർക്കുലർ ആർക്ക്, അതും ഓർക്കുക. ഇവിടെ വരുന്ന ഫോഴ്സസും കൂടി വേണമെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ ഒരു കൊഹസീവ് ഫോഴ്സും വരും. കൊഹസീവ് ഫോഴ്സ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. പിന്നെ വെയിറ്റ് ഓഫ് ദ സോയിൽ, അത് എന്ത് ഫോഴ്സ് ആണ്, ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഫെയിലിയർ ഫോഴ്സ് ആണ്. പിന്നെ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ്, അങ്ങനെ 3 ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിൽ വരുന്നത്. ഒന്ന് എന്താണ്, ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫെയിലിയർ ഫോഴ്സ് ആയ വെയിറ്റ് താഴോട്ടല്ലേ വരുന്നത്, അത് പിടിച്ചു വലിക്കുവാണ്, അതായത് ഫെയിലിയർ ഉണ്ടാക്കാൻ നോക്കുവാണ്. വേറൊന്ന് അവിടെ തന്നെ പിടിച്ചു വെക്കാൻ നോക്കുന്ന, അതായത് ഫെയിലിയർ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്, അതായത് അവിടുത്തെ കൊഹസീവ് ഫോഴ്സ്. പിന്നെ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെ 3 ഫോഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ പറയാറ്, അതും വേണമെങ്കിൽ ഓർത്ത് വെക്കുക. പക്ഷെ അത്ര ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് 2 മെത്തേഡാണുള്ളത്, സ്പീഡിഷ് സർക്കിൾ മെത്തേഡും ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡും ആണ് ഓർക്കുക. അതിൻ്റെ അത് രണ്ടിലും സർക്കുലർ ആണ്, മറ്റേടത്ത് സർക്കുലർ ആയിട്ടാണ് അസ്യൂം ചെയ്തത്, ഇത് സർക്കുലർ ആർക്ക്. രണ്ടിലും സർക്കുലർ ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. പിന്നെയുള്ള സ്റ്റെബിലിറ്റി ചാർട്ടും സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്, ഗ്രാഫിക്കൽ മെത്തേഡ് അല്ല. നമ്മൾ ഇക്വേഷൻ വെച്ചാണ് SN = C/F × ഗാമ എസ് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറ്. അതിൽ SN എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി നമ്പർ ആണ്, അതൊരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. SN നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ചാർട്ടിൽ നിന്നാണ്, സ്റ്റെബിലിറ്റി ചാർട്ട് എന്ന് പറയും അതിന്. അപ്പൊ അത് അവിടെ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, അവിടെ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് സ്ലോപ്പ് ആംഗിളും ഉണ്ട്, ഫ്രിക്ഷണൽ ആംഗിളും ഉണ്ട്. അത് രണ്ടും വെച്ചാണ് നമ്മൾ സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം സിയും ഗാമയും എച്ചും അറിയാമെങ്കിൽ SNും അറിയാമെങ്കിൽ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയാണ് GT1-ലുള്ളൂ കേട്ടോ. GT1 തീർന്നു, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻസ് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതായത് സിലബസിൽ ഇല്ലാത്തത് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, അതും കൂടി പറയാം. ടഫ്നെസ് ഇൻഡെക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ. നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ചോദിച്ചിട്ടുണ്ട്. സോ അവിടെ തന്നെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് ടഫ്നെസ് ഇൻഡെക്സ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ്. ഓക്കെ, റേഷ്യോ ഓഫ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ്. ഇപ്പൊ ഇനി പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് എന്താണ് പഠിക്കണ്ടേ? പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും പഠിച്ചു. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ്. പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് is equal to ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഇനി ഫ്ലോ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് ആണ് ഫ്ലോ ഇൻഡെക്സ്. ഫ്ലോ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് ആണ് ഫ്ലോ ഇൻഡെക്സ്. ഇനി ഫ്ലോ കർവ് എന്താന്ന് പറയണ്ടേ? ഫ്ലോ കർവ് എന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്തു,
ആ ലിക്വിഡ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചു. ഒരു ലോഗ് ഗ്രാഫാണ് വരയ്ക്കുന്നത്. വാട്ടർ കണ്ടന്റ് ഓൺ y ആക്സിസ് ആൻഡ് ലോഗ് നമ്പർ ഓഫ് ബ്ലോസ് ഓൺ x ആക്സിസ്. അതിന്റെ സ്ലോപ്പാണ് ഫ്ലോ, അതായത് ആ കർവിനെയാണ് ഫ്ലോ കർവ് എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് കിട്ടാറ്. അപ്പൊ ഇവിടെ വാട്ടർ കണ്ടന്റും ഇവിടെ ലോഗ് നമ്പർ ഓഫ് ബ്ലോസും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലോസ് ആണ്. ഇതില് ഇത് 25 നമ്പർ ഓഫ് ബ്ലോസ് ആണെങ്കിൽ ഈ 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ് ലിക്വിഡ് ലിമിറ്റ്. ഇതാണ് ഫ്ലോ കർവ്. ഈ ഫ്ലോ കർവിന്റെ സ്ലോപ്പ് ആണ് ഫ്ലോ ഇൻഡെക്സ്. ആൻഡ് ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ 25 നമ്പർ ഓഫ് ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റിനെയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? പ്ലാസിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ് ആണ് ഫ്ലോ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പ്ലാസിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പൊ പ്ലാസിറ്റി ഇൻഡെക്സ് നമുക്ക് അറിയാം എന്താണ്, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇവിടെ വേറൊരു ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റൻസി ഇൻഡെക്സ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കുക. WL മൈനസ് W ഡിവൈഡഡ് ബൈ IP ആണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. WL എന്താ? WL minus W divided by IP. അതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. where WL is liquid limit, W is natural water content, IP is plasticity index. Plasticity index നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ്. ഇനി അപ്പൊ കൺസിസ്റ്റൻസി ഇൻഡെക്സ് കിട്ടി. ഇനിയുള്ളത് അടുത്ത ഓപ്ഷൻ എന്താ? ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഡെക്സിലും എന്ത് വന്നായിരുന്നു? ആദ്യം WL വന്നായിരുന്നു. പക്ഷെ ഇത് WL എന്ന് വെച്ചാൽ എന്താ? ലിക്വിഡ് ലിമിറ്റ് ആണ്. പക്ഷെ ഇത് ലിക്വിഡിറ്റി ഇൻഡെക്സ് തന്നെയാണ്. സോ ലിക്വിഡിറ്റി ഇൻഡെക്സിൽ ലിക്വിഡ് ലിമിറ്റ് ഇല്ല, അത് ഓർക്കുക കേട്ടോ. ഓക്കെ, ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ W മൈനസ് WP ബൈ IP ആണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. W എന്താ? നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ്. WP ഈസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. IP ഈസ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ്. IP നമുക്ക് ഓൾറെഡി അറിയാം, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. അത് എഴുതണോ? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസിറ്റി ഇൻഡെക്സ്. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസിറ്റി ഇൻഡെക്സ്. ബാക്കി എല്ലാത്തിലും ഡിനോമിനേറ്റർ ഉണ്ട്. ബാക്കി എല്ലാ ഇൻഡെക്സിലും പ്ലാസിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ് ആണ് ടഫ്നെസ് ഇൻഡെക്സ്. ഫ്ലോ ഇൻഡെക്സ് എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WL മൈനസ് W ഡിവൈഡഡ് ബൈ IP ആണ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ W മൈനസ് WP ബൈ IP ആണ്. ഇത്രയും പഠിച്ചു വെക്കുക, ഇത്രയും ഇൻഡെക്സ് പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങളുടെ സിലബസിൽ ഇതില്ലെങ്കിലും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒക്കെ ഇൻഡെക്സ്. അതിൽ പ്ലാസിറ്റി ഇൻഡെക്സും ടഫ്നെസ് ഇൻഡെക്സും ആണ് മെയിൻ ആയിട്ട് ചോദിച്ച് കണ്ടേക്കുന്നത്. പ്ലാസിറ്റി ഇൻഡെക്സ് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. പ്ലാസിറ്റി ഇൻഡെക്സ് എന്ന് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസിറ്റി ഇൻഡെക്സ്. Next question. According to IS classification, the range of silt size particles is. ഇന്നലെ പറഞ്ഞായിരുന്നു സിൽട്ടിന്റെ ലോവസ്റ്റ് സൈസ് എത്രയാണെന്നാ ചോദിച്ചത്. അതിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ലോവസ്റ്റ് സൈസ് ഈസ് 0.002 m. കാരണം അതിലും താഴെയുള്ള എന്താണ്? ക്ലേ ആണ്. സോ
സോ 0.002 mm to 0.075 mm ആണ് സിൽറ്റിന്റെ റേഞ്ച്. കാരണം 0.075 to 4.75 എന്താണ്, നമ്മുടെ സാൻഡ് ആണ്. ഓക്കെ, അതുപോലെ ഇതെന്താ 4.75 to 2 mm എന്താ, കോൾഡ് സാൻഡ് ആണ്. 2 to 0.425 mm എന്താ, മീഡിയം സാൻഡ് ആണ്. 0.425 to 0.075 എന്താ, ഫൈൻ സാൻഡ് ആണ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ 0.075 to 0.002 mm ആണ് സിൽറ്റിന്റെ പാർട്ടിക്കിൾ സൈസ്. അടുത്തത് ഡിസ്പേഴ്സ്ഡ് ടൈപ്പ് ഓഫ് സോയിൽ സ്ട്രക്ചർ ഈസ് ആൻ അറേഞ്ച്മെന്റ് കംപ്രൈസിംഗ് പാർട്ടിക്കിൾസ് ഹാവിംഗ്. എങ്ങനെയാ, ഇന്നലെ ഞാൻ രണ്ട് സ്ട്രക്ചർ പറഞ്ഞായിരുന്നു, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറും പറഞ്ഞു, ഡിസ്പേഴ്സ് സ്ട്രക്ചറും പറഞ്ഞു. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്തായിരുന്നു, അട്രാക്ഷൻ ഉള്ളത്. അതായത് ഞാൻ പറഞ്ഞു ക്ലേയുടെ എഡ്ജിന് പോസിറ്റീവ് ചാർജും സർഫസിന് നെഗറ്റീവ് ചാർജും ആണ്. അപ്പൊ ഈ ഒരു ക്ലേയുടെ സർഫസും വേറൊരു ക്ലേ പാർട്ടിക്കിളിന്റെ എഡ്ജും തമ്മിൽ അട്രാക്ട് ചെയ്തിരിക്കും. അതിനെയാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് എഡ്ജ് ടു ഫേസ് ഓറിയന്റേഷൻ ആണ് മെയിൻലി വരാറ് നമ്മുടെ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിൽ. പക്ഷെ ഡിസ്പേഴ്സ് സ്ട്രക്ചറിൽ എന്താ വരിക, അത് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഓറിയന്റഡ് ആയിട്ട് ആ സ്ട്രക്ചർ നിൽക്കും. അപ്പൊ ഫേസ് ടു ഫേസ് ഓർ പാരലൽ ഓറിയന്റേഷൻ ആണ് ഡിസ്പേഴ്സ്ഡ് ടൈപ്പ് ഓഫ് സോയിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈസ് ഓഫ് വാട്ടർ ടേബിൾ എബവ് ദ ഗ്രൗണ്ട് സർഫസ് കോസസ്. ഇന്നലെ നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു, വാട്ടർ ടേബിൾ റൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പോർ വാട്ടർ പ്രഷർ എന്തായാലും കൂടും അല്ലേ. കാരണം വാട്ടർ ടേബിൾ വന്നാലാണ് പോർ വാട്ടർ പ്രഷർ വരുള്ളൂ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, ഡിക്രീസ് ആ പറഞ്ഞത്. സോ ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, ഇൻക്രീസ് ഇൻ പോർ വാട്ടർ പ്രഷർ ബട്ട് ഡിക്രീസ് ഇൻ ടോട്ടൽ സ്ട്രെസ്. ടോട്ടൽ സ്ട്രെസ് കുറയോ, ടോട്ടൽ സ്ട്രെസ് കുറയില്ല. കാരണം എന്താ, ടോട്ടൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ടേക്കൺ ബൈ സോയിൽ ആൻഡ് വാട്ടർ. സോ വാട്ടർ കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. സോ ഈക്വൽ ഇൻക്രീസ് ഇൻ പോർ വാട്ടർ പ്രഷർ ആൻഡ് ടോട്ടൽ സ്ട്രെസ് ഈസ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഈക്വൽ ഇൻക്രീസ് ഇൻ പോർ വാട്ടർ പ്രഷർ ആൻഡ് ടോട്ടൽ സ്ട്രെസ്. കാരണം വാട്ടർ ടേബിൾ വന്നു കഴിഞ്ഞാൽ അവിടെ വാട്ടർ പ്രഷറും ഉണ്ടാവും. വാട്ടർ പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സിഗ്മയും കൂടും. സിഗ്മ ഡാഷ് ആയിരുന്നെങ്കിൽ, അതായത് എഫക്റ്റീവ് സ്ട്രെസ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിച്ചേനെ, വാട്ടർ പ്രഷർ വരുമ്പോഴത്തേക്കും സിഗ്മ ഡാഷ് കുറയുക ചെയ്യണം. കാരണം സിഗ്മ ഡാഷ് എന്ന് വെച്ചാൽ സിഗ്മ മൈനസ് യു ആണ്. സോ യു കുറയ്ക്കുവാണ് ചെയ്യുന്നത് സിഗ്മ ഡാഷ് കണ്ടുപിടിക്കാൻ. സോ എന്ത് സംഭവിക്കും, എഫക്റ്റീവ് സ്ട്രെസ് കുറയും. പക്ഷെ ടോട്ടൽ സ്ട്രെസ് വെച്ചാൽ എന്താ, സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് പ്ലസ് യു ആണ്. സോ യു കൂടിയാലും സിഗ്മ കൂടുകയേ ചെയ്യത്തുള്ളൂ. സോ ഈക്വൽ ഇൻക്രീസ് ഇൻ പോർ വാട്ടർ പ്രഷർ ആൻഡ് ടോട്ടൽ സ്ട്രെസ് ആണ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് സ്ട്രെസ് ഓൺ സോയിൽ. എഫക്റ്റീവ് സ്ട്രെസ് എന്ത് ചെയ്യും, എഫക്റ്റീവ് സ്ട്രെസ്സും നമുക്ക് അറിയാം, കൺസോളേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. കൺസോളേഷൻ പറഞ്ഞപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്തോറും വോയിഡ് റേഷ്യോ എങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. അതുപോലെ വോയിഡ് റേഷ്യോ പെർമിബിലിറ്റി എങ്ങനെയാ റിലേഷൻ, നമ്മൾ പെർമിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞായിരുന്നു. പെർമിബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോയിഡ് റേഷ്യോ. സോ എഫക്റ്റീവ് സ്ട്രെസ് വോയിഡ് റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാൽ പെർമിബിലിറ്റി എന്തായാലും കുറയും. സോ എഫക്റ്റീവ് സ്ട്രെസ് ഓൺ സോയിൽ ഡിക്രീസസ് ബോത്ത് വോയിഡ് റേഷ്യോ ആൻഡ് പെർമിബിലിറ്റി. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു കംപ്രഷൻ ഇൻഡെക്സ് പഠിക്കാനായിട്ട്, CC കണ്ടുപിടിക്കാൻ സ്ലോപ്പ് ഓഫ് ഈൽ ഓഫ് സിഗ്മ ഡാഷ് കർവ് ആണ്. അതിൽ അപ്പൊ ഈ വേഴ്സ് സിഗ്മ ഡാഷ് വരയ്ക്കുമ്പോഴത്തേക്കും ഈ കൂടുന്തോറും അല്ലെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് കൂടുന്തോറും വോയിഡ് റേഷ്യോ കുറയുവാണ്. സോ വോയിഡ് റേഷ്യോ അപ്പൊ എന്തായാലും എഫക്റ്റീവ് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കും. അതുപോലെ തന്നെ വോയിഡ് റേഷ്യോയും പെർമിബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഡിക്രീസസ് ബോത്ത് വോയിഡ് റേഷ്യോ ആൻഡ് പെർമിബിലിറ്റി. ആൻസർ ഈസ് ഓപ്ഷൻ എ. Next is, which one of the following method is more suitable for determination of permeability of clay soil? അപ്പോൾ ഓർക്കുക, നമുക്ക് രണ്ട് ടെസ്റ്റ് ആണുള്ളത്. ഒന്ന് വേരിയബിൾ ഹെഡ് ടെസ്റ്റും പെർമിബിലിറ്റി കണ്ടുപിടിക്കാൻ, വേരിയബിൾ ടെസ്റ്റ് ഓർ ഫോളിംഗ് ഹെഡ് ടെസ്റ്റ് ആൻഡ് കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ ഏത് ടൈപ്പ് ഓഫ് സോയിലിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് അറിയാൻ ഈ C എന്ന ലെറ്ററും F എന്ന ലെറ്ററും ഓർത്താൽ മതി. കോൺസ്റ്റന്റ് ഹെഡ് C denotes coarse grained soil. Falling head F denote fine grained soil. Since clayey soil is fine grained soil, it can be permeability of clayey soil can be determined appropriate by falling head method. Answer is option A. Falling head method ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ ഇന്നലെ പറഞ്ഞായിരുന്നു. ടെമ്പറേച്ചർ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാ? പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡിൽ കാര്യം പറഞ്ഞായിരുന്നു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും വിസ്കോസിറ്റിയോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ് പെർമിബിലിറ്റി. അപ്പൊ യൂണിറ്റ് വെയിറ്റ് എന്തായാലും കോൺസ്റ്റന്റ് ആണ്, സോ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെയുള്ള വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റിയോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് പെർമിബിലിറ്റി. പക്ഷെ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും എങ്ങനെയാണ്? വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുന്തോറും പെർമിബിലിറ്റി കൂടുകയേ ചെയ്യുള്ളൂ. So permeability increases with increase in temperature. So answer is option A. Then next is average coefficient of permeability of natural deposits. നമ്മൾ ആവറേജ് പെർമിബിലിറ്റി ഇന്നലെ പഠിച്ചായിരുന്നു. KH ഉണ്ട്, KB ഉണ്ട്. അതായത് ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി ആൻഡ് വെർട്ടിക്കൽ പെർമിബിലിറ്റി, അല്ലെങ്കിൽ പാരലൽ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അതാണ് KH, ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അതാണ് എന്താ KB. ഇതിൽ ഏതായിരിക്കും ആൻസർ? നമ്മുടെ KHന്റെ ഇക്വേഷൻ എന്തായിരുന്നു? K1Z1 plus K2Z2 plus K3Z3 ഡിവൈഡഡ് ബൈ Z1 plus Z2 plus Z3. ഇനി KBയുടെ ഇക്വേഷൻ എന്തായിരുന്നു? KBയുടെ ഇക്വേഷൻ നോക്കണം. KBയുടെ ഇക്വേഷൻ KBയുടെ ഇക്വേഷൻ Z1 plus Z2 plus Z3 plus etc. divided by Z1 by K1 plus Z2 by K2 plus Z3 by K3. അതാണ് നമ്മുടെ KBയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കണ എന്താ? ഇതിൽ ഏതാണ് ശരിക്കും പറഞ്ഞ ഹയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ഹയർ? ആ ഇക്വേഷനിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം Z1 K1 plus Z2 by K2 plus Z3 by K3 എന്ന വാല്യൂ ഡിനോമിനേറ്ററിൽ വരുവാണ്. അപ്പൊ ആ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്തായാലും ആ വാല്യൂ തീരെ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പൊ തീരെ ചെറിയ വാല്യൂ ഡിനോമിനേറ്ററിൽ വരുമ്പോഴത്തേക്കും KBയുടെ വാല്യൂ കൂടുതലായിരിക്കും കമ്പയർഡ് ടു KH അല്ലേ? അപ്പോൾ KH വിൽ ബി ഓൾവേസ് ലെസ് ദാൻ KB. അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. അത് ഓർത്ത് വെക്കണേ. KH വിൽ ബി ഓൾവേസ് ലെസ് ദാൻ KB. ആൻസർ സോറി തിരിഞ്ഞുപോയി. KH will be always greater than KB ആണ് ആൻസർ. KH will be always greater than KB ആണ് ആൻസർ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ Z1 by K1 plus Z2 by K2 plus Z3 by K3 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പൊ K1 K2 K3 എന്ന ചെറിയ വാല്യൂ, കാരണം 10⁻², അല്ലെങ്കിൽ 10⁻³ ഒക്കെ അല്ലെ റേഞ്ച് വരാറ്. അപ്പോ Z1 by K1 ആ വാല്യൂ ചെറിയ വാല്യൂ മീൻസ് അവിടുത്തെ K1 എന്ന വാല്യൂ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോ Z1 by K1 എന്ന വാല്യൂ എന്തായിരിക്കും? വലിയ വാല്യൂ ആയിരിക്കും. അപ്പൊ വലിയ വാല്യൂ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? KBയുടെ വാല്യൂ ചെറുതായി. സോ കമ്പയർഡ് ടു KB, KH ഹയർ ആയിരിക്കും. Next is select the incorrect statement. Unconfined compression test can be carried out on all types of soils. In direct shear box, the plane of shear failure is predetermined. Better control is achieved on the drainage of soil in a triaxial compression test. Stress distribution on the failure plane in the case of triaxial compression test is uniform. ഇതിൽ ഏതാ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആട്ടോ ചോദിച്ചേക്കുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നല്ല ചോദിച്ചേക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ അത് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. ഡയറക്ട് ഷിയർ ബോക്സ് ടെസ്റ്റിൽ അല്ലെങ്കിൽ ഡയറക്ട് ഷിയർ ടെസ്റ്റിൽ അതിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് പ്ലെയിൻ ഓഫ് ഷിയർ ഫെയിലിയർ ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. ഡയറക്ട് ഷിയർ ടെസ്റ്റിൽ പ്ലെയിൻ ഓഫ് ഫെയിലിയർ ഇസ് ടേക്കൺ ആസ് ഹൊറിസോണ്ടൽ. എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ പ്ലെയിൻ ഓഫ് ഫെയിലിയർ ഹൊറിസോണ്ടൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേറെ ഏതെങ്കിലും പ്ലെയിൻ ഓഫ്
സംഭവിക്കാം. ഫെയിലിയർ പ്ലെയിൻ വേറെ ഏതെങ്കിലും പ്ലെയിൻ ആവാം. പക്ഷെ ആ പ്ലെയിൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആണ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ പ്ലെയിൻ ഓഫ് ഷിയർ ഫെയിലിയർ ഇസ് പ്രീ ഡിറ്റർമൈൻഡ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ബെറ്റർ കൺട്രോൾ ഈസ് അച്ചീവ്ഡ് ഓൺ ദ ഡ്രെയിനേജ് ഓഫ് ദ സോയിൽ ഇൻ എ ട്രയാക്സിൽ കംപ്രഷൻ ടെസ്റ്റ്. അതും കറക്റ്റ് ആണ്. കാരണം ട്രയാക്സിൽ കംപ്രഷൻ ടെസ്റ്റിൽ പോർ വാട്ടർ മെഷർമെന്റിനൊക്കെ നമ്മൾ ഒരു അപ്പാരറ്റസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രെയിനേജിന് നമ്മൾ പ്രോപ്പർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഡ്രെയിനേജ് കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ട്രയാക്സിൽ കംപ്രഷൻ ടെസ്റ്റിൽ. അതുപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ ദ ഫെയിലിയർ പ്ലെയിൻ ദ കേസ് ഓഫ് ട്രയാക്സിൽ കംപ്രഷൻ ടെസ്റ്റ് യൂണിഫോം ആണ്. അതും ശരിയാണ്. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. അതുപോലെ ഫെയിലിയർ പ്ലെയിൻ ഇവിടെ നമ്മൾ വീക്കസ്റ്റ് പ്ലെയിൻ തന്നെയാണ് ഫെയിലിയർ പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത് ട്രയാക്സിൽ ടെസ്റ്റിൽ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇൻകറക്റ്റ്? ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. കാരണം അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺ ഓൾ ടൈപ്സ് ഓഫ് സോയിൽ. അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാൻഡി സോയിൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കോക്ഷൻലെസ് സോയിൽസിൽ നമുക്ക് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ബിഷപ്സ് മെത്തേഡ് ഓഫ് സ്റ്റെബിലിറ്റി അനാലിസിസ്. സ്റ്റെബിലിറ്റി അനാലിസിസ് മെത്തേഡിൽ തന്നെ ബിഷപ്സ് മെത്തേഡ് ഓഫ് സ്റ്റെബിലിറ്റി അനാലിസിസ് ഉണ്ടായിരുന്നു. ISVD സർക്കിൾ, ഫ്രിക്ഷൻ സർക്കിൾ, ശരിക്കും ബിഷപ്സ് മെത്തേഡും കൂടി ഉണ്ട് അവിടെ വന്നത്. അവിടെ നമ്മൾ അവിടെയും എന്ത് തന്നെയാണ്, സ്ലിപ്പ് സർഫസ് അല്ലെങ്കിൽ ഫെയിലിയർ സർഫസ് ഈസ് അസ്യൂംഡ് ആസ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. ഫ്രിക്ഷൻ സർക്കിളിലും അങ്ങനെ തന്നെയാണ്, ISVD സർക്കിളിലും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. സോ അസ്യൂംസ് ദ സ്ലിപ്പ് സർഫസ് ആസ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. സോ അങ്ങനത്തെ പോയിന്റ്സ് മാത്രമേ ചോദിക്കുള്ളൂ. അല്ലാണ്ട് വേറെ നമുക്ക് ഫിഗർ വരയ്ക്കാനോ അല്ലെങ്കിൽ എന്താ ഡെറിവേഷൻ ചെയ്യാനോ നമുക്ക് അവിടെ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പോയിന്റ് ആണ് മെയിൻലി നമുക്ക് അവിടെ പഠിക്കേണ്ട കാര്യം. സ്ലിപ്പ് സർഫസ് അല്ലെങ്കിൽ ഫെയിലിയർ സർഫസ് എങ്ങനെയാണ് എന്നാണ് പഠിക്കേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ് ഈസ് വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ മാസ് ക്യാൻ. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും ആൻസർ? Take any value greater than 0, never be greater than unity, takes values between 0 and 1 only, be 0. ഞാൻ പറഞ്ഞായിരുന്നു വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും പറഞ്ഞായിരുന്നു ഒരു കാര്യം. വോയിഡ് റേഷ്യോയുടെ പ്രത്യേകത എന്താ? വോയിഡ് റേഷ്യോ മാത്രം ഡെസിമലിലാണ് നമ്മൾ എഴുതുന്നത്. ഇറ്റ് VV/VS ആണ് വോയിഡ് റേഷ്യോ. പൊറോസിറ്റി ആകുമ്പോഴത്തേക്കും VV/V ആണ് പൊറോസിറ്റി. വോയിഡ് റേഷ്യോ E ആണേ. അപ്പൊ VV/VS ആകുമ്പോഴത്തേക്കും അത് പെർസെന്റേജിലല്ല എഴുതുന്നത്, ഡെസിമലിലാണ് എഴുതുന്നത്. അതുകൊണ്ട് അതിന്റെ ഇപ്പൊ പെർസെന്റേജിലാണ് എഴുതുന്നതെങ്കിൽ എന്ത് വരും? ബിറ്റ്വീൻ 0 and 1 എന്ന വാല്യൂ വന്നേനെ. അപ്പൊ അത് എവിടെയാണ് ആപ്ലിക്കബിൾ ഉള്ളൂ? പൊറോസിറ്റിയിലാണ് ആപ്ലിക്കബിൾ ഉള്ളൂ. അവിടെ 0 കൂടും പക്ഷെ 1 കുറയും എന്ന രീതിയിൽ വരും. 1 ഈക്വൽ ആവില്ല, 0 കൂടി അല്ലെങ്കിൽ 0 ഈക്വൽ ആവാൻ വേണമെങ്കിൽ. കാരണം VV/V ആണ്. VV നമുക്ക് തിയറിറ്റിക്കലി 0 എന്ന് പറയാം, പക്ഷെ 1 ഈക്വൽ ആവില്ല. കാരണം VV/VV ആവേണ്ടി വരും. അപ്പൊ 1 ഈക്വൽ ആവില്ല. അപ്പൊ പൊറോസിറ്റിയുടെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 0 and 1. പക്ഷെ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കണം കേട്ടോ. 0 ഈക്വൽ ആവും, പക്ഷെ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ 0 എന്ന വാല്യൂ ഒരിക്കലും വോയിഡ് റേഷ്യോന് വരില്ല. കാരണം VV/VS ആണ്. രണ്ടും സെപ്പറേറ്റ് വാല്യൂ ആണ്. അങ്ങനെ 0 എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0. കാരണം 1 കൂടാ വോയിഡ് റേഷ്യോ. കാരണം അത് നമുക്ക് പറയാൻ പറ്റില്ല. VVയും VSും രണ്ട് സെപ്പറേറ്റ് ക്വാണ്ടിറ്റി ആണ്, ഒന്നിന്റെ അകത്തല്ല. അതുകൊണ്ട് 0 കൂടിയ ഒരു വാല്യൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1 കൂടാ. നെവർ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്നൊരു വാല്യൂ നമുക്ക് വരില്ല. അത് എവിടെ വരുള്ളൂ? പൊറോസിറ്റി ആണ് നമുക്ക് പറയാറുണ്ട് നെവർ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്ന്. പക്ഷെ വോയിഡ് റേഷ്യോ ആകുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ 0 എന്ന കാര്യം നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. Next question is, if the volume of voids is equal to volume of solids in a soil mass, then the values of porosity and void ratios respectively. തന്നിരിക്കുന്നത് വോളിയം ഓഫ് വോയിഡ്സും അതായത് VVയും ഈക്വൽ ടു VS. അങ്ങനെയാണെങ്കിൽ പൊറോസിറ്റിയും വോയിഡ് റേഷ്യോ എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? VV/VS
VS ആണ് porosity void ratio ഇക്വേഷൻ. അപ്പോൾ വി വിയും വി എസും സെയിം ആയതുകൊണ്ട് എന്ത് വരും? 1 വരും void ratio വാല്യൂ. ഇനി void ratio 1, 1ൽ തന്നെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, 1 and 0, 1 and 0.5. അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പൊറോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പൊറോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം എങ്ങനെ വരും? N is equal to VV by V അല്ലേ? പക്ഷെ ഞാൻ വിനെ സ്പ്ലിറ്റ് ചെയ്യുക കേട്ടോ. വി എന്ന് വെച്ചാൽ എന്താ? വി വി പ്ലസ് വി എസ് അല്ലേ? പക്ഷെ വി വിയും വി എസും ഈക്വൽ അല്ലേ? അപ്പൊ വി വിയും വി എസും ഈക്വൽ ആകുമ്പോൾ എന്തെന്ന് എടുക്കാം? 2 വി ബി എന്ന് ആക്കാലോ. ഓർ വി വി ബൈ എന്ന് വരും 1/2 എന്ന് വരും. അത് 0.5 എന്ന് വരും പൊറോസിറ്റി. സോ വോയിഡ് റേഷ്യോ 1 പൊറോസിറ്റി 0.5 ആണ് ആൻസർ. void ratio 1 porosity 0.5. answer is option. നേരെ തിരിച്ചാണ് ചോദിച്ചേക്കുന്നത്. വാല്യൂസ് ഓഫ് പൊറോസിറ്റി ആൻഡ് void ratio എന്നാണ്. സോ പൊറോസിറ്റി 0.5, void ratio 1 സെയിം തന്നെയാണ്. അത് നോക്കിയിട്ട് വേണം കേട്ടോ ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോ തിരിഞ്ഞാണ് ചിന്തിച്ചത്. അതായത് ഇവിടെ void ratio ഇവിടെ പൊറോസിറ്റി ആണെന്ന് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചൂസ് ചെയ്തേനെ? ഓപ്ഷൻ ഡി എടുത്തേനെ. സോ ഒന്നും കൂടി നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. പൊറോസിറ്റി ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. പൊറോസിറ്റി നമുക്ക് കിട്ടിയത് 0.5 ആണ്. void ratio നമുക്ക് കിട്ടിയത് 1 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Next is for proper field control, which of the following methods is best suited for quick determination of water content of a soil mass? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഉണ്ട്, സാൻഡ് ബാത്ത് മെത്തേഡ് ഉണ്ട്, കാൽഷ്യം കാർബൺ മെത്തേഡ് ഉണ്ട്, ആൽക്കഹോൾ മെത്തേഡ് ഉണ്ട്, ദെൻ പിന്നെ പറയുന്നത് പൈഗ്നോമീറ്റർ മെത്തേഡ് ഉണ്ട്. അതിൽ ഫോർ പ്രോപ്പർ ഫീൽഡ് കൺട്രോൾ ക്വിക്ക് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ കാൽഷ്യം കാർബൺ മെത്തേഡാണ് നമ്മൾ ക്വിക്ക്ലി വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നേനെ ആൻസർ? ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആയിരുന്നു ആൻസർ വരേണ്ടത്. കാൽഷ്യം കാർബൺ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫീൽഡിൽ ക്യുക്കായിട്ട് കിട്ടാനായിട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബൺ മെത്തേഡാണ് ആൻസർ. നെക്സ്റ്റ് ഈസ് പൈക്നോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. നിങ്ങൾ ലാബിൽ ചെയ്തേക്കുന്നതാണ് പൈക്നോമീറ്റർ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വാട്ടർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും കണ്ടുപിടിക്കാനാണ് നമ്മൾ പൈക്നോമീറ്റർ യൂസ് ചെയ്യാറ്. ഓർക്കുന്നുണ്ടാവും പൈക്നോമീറ്റർ ഒരു ഹോർലിക്സ് ബോട്ടിൽ പോലെ ഇരിക്കുന്നത്. എംടി വെയിറ്റ് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് 200 grams ഓയിൽ എടുക്കും, അതിന്റെ വെയിറ്റ് എടുക്കും. പിന്നെ 200 grams ഓയിൽ പ്ലസ് വാട്ടർ, അതിന്റെ വെയിറ്റ് എടുക്കും. പിന്നെ ഫുൾ കളഞ്ഞിട്ട് വാട്ടർ മാത്രം വെച്ചിട്ട് അതിന്റെ വെയിറ്റ് എടുക്കും. അങ്ങനെ അത് ആ റീഡിങ്സ് വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും കണ്ടുപിടിക്കുന്നത്. പ്രൊസീജിയർ രണ്ടിന്റെയും സെയിം ആണ്. സോ ആൻസർ എന്താ? വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് പൈക്നോമീറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഹൈവേ റിസർച്ച് ബോർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ഇസ് ബേസ്ഡ് ഓൺ. അറിയാവോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനിൽ പഠിച്ചതായിരിക്കണം. ഏതൊക്കെ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഹൈവേ റിസർച്ച് ബോർഡിൽ? സോയിലിന്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ സോയിലിന്റെ പ്ലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സും യൂസ് ചെയ്യണം. അതായത് മീഡിയം പ്ലാസ്റ്റിക് ആണോ, ലോ പ്ലാസ്റ്റിക് ആണോ, ഹൈ പ്ലാസ്റ്റിക് ആണോ എന്ന് യൂസ് ചെയ്യണം. അതുപോലെ സോയിലിന്റെ പാർട്ടിക്കിൾ സൈസ് എങ്ങനെയാണ്? ഫൈൻ ഗ്രൈൻഡ് ആണോ, കോഴ്സ് ഗ്രൈൻഡ് ആണോ, അതിൽ തന്നെ ക്ലേ ആണോ, സിൽറ്റ് ആണോ, ആ ഒരു രീതിയിൽ നമ്മൾ നോക്കണം. പാർട്ടിക്കിൾ സൈസ് കോമ്പോസിഷനും നോക്കണം. അതുപോലെ പ്ലാസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ടാണ് ഹൈവേ റിസർച്ച് ബോർഡ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി. Next is total and effective stresses at a depth of 5 meters below the top level of water in a swimming pool are respectively. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. അതിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ടോട്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ്, അതെന്താണെന്ന് ആദ്യം ഓർക്കുക. ടോട്ടൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ എടുത്ത സ്ട്രെസ് പ്ലസ് വാട്ടർ എടുത്ത സ്ട്രെസ്. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ മാത്രം എടുത്ത സ്ട്രെസ്. അപ്പൊ ഇവിടെ സോയിൽ എന്നൊരു വേർഡേ വന്നിട്ടില്ല. സോ സോയിൽ ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളും കൂടിയാണ്. സോ സ്വിമ്മിംഗ് പൂളിന്റെ 5 meter മേളിൽ നിന്ന് 5 meter താഴെ സ്വിമ്മിംഗ് പൂളിൽ എത്രയായിരിക്കും സ്ട്രെസ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ അവിടെ എന്തേ ഉള്ളൂ? വാട്ടർ എടുത്ത സ്ട്രെസ് മാത്രമേ ഉള്ളൂ. സോ എന്ത് വരും? എഫക്റ്റീവ് സ്ട്രെസ് ഇല്ല. എഫക്റ്റീവ് സ്ട്രെസ് 0 ആണ്.
ദെൻ ടോട്ടൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം ടോട്ടൽ സ്ട്രെസിന്റെ വാല്യൂ എന്തായാലും 0 അല്ല. ഒരു 5 മീറ്റർ ഡെപ്തിലെ വാട്ടർ പ്രഷർ ആണ് ടോട്ടൽ സ്ട്രെസ്. അപ്പൊ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമുക്ക് മനസ്സിലാവും ഈ ആൻസർ ആണ്. പക്ഷെ ഈ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യണം, കാരണം എന്താ നൺ ഓഫ് ദി എബവ് എന്നൊരു ആൻസർ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ആൻസർ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. സോ ഇവിടെ നമുക്ക് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, 5 ഇൻറ്റു 5നെ എന്തെന്നാക്കണം, സെന്റിമീറ്ററിലോട്ട് ആക്കണം. സോ 0.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് 0 ആണ് ആൻസർ വന്നേക്കുന്നത്. 5നെ സെന്റിമീറ്ററിലോട്ട് ആക്കുമ്പോൾ 5 ഇൻറ്റു 100 അല്ലേ വരിക? 500 ഇൻറ്റു വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ്. വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്, സോറി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് വരുന്നത് അല്ലേ? അപ്പൊ ആ മീറ്റർ ക്യൂബിലുള്ള വാല്യൂനെ സെന്റിമീറ്റർ ക്യൂബിലോട്ട് ആക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ തന്നെയാണ് എന്തായാലും രണ്ടും. മീൻസ് 5 മീറ്റർ ഇൻറ്റു 1000 ചെയ്യുക ആദ്യം. അപ്പൊ 5000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും. ഇനി കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ വരും. ഇനി മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 5000 ഡിനോമിനേറ്ററിലാണ് വന്നേക്കണേ. സോ 5000 ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻². അപ്പോൾ എന്തെന്ന് വരും? 0.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അത് ഓർക്കുക കേട്ടോ, യൂണിറ്റ് വെയിറ്റ് കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നേക്കുന്നത് യൂണിറ്റ്. ഞാൻ പെട്ടെന്ന് മീറ്റർ സ്ക്വയറിലാണെന്ന് ഓർത്തിട്ടാണ് ഈ ഓപ്ഷൻ തെറ്റാണെന്ന് ഓർത്തത്. പക്ഷെ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ്, മാറിപ്പോകരുത്, അങ്ങനെ യൂണിറ്റ് മാറ്റി തരും അവര്. സോ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ യൂണിറ്റ് വെയിറ്റ് വാട്ടറിന്റെ. അപ്പോൾ ആ മീറ്റർ ക്യൂബിൽ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ഓഫ് എ സോയിൽ ഇസ് അഫക്റ്റഡ് ബൈ എന്തായിരിക്കും? പെർമിബിലിറ്റി, കംപ്രസിബിലിറ്റി, ബോത്ത് കംപ്രസിബിലിറ്റി ആൻഡ് പെർമിബിലിറ്റി, നൺ ഓഫ് ദി എബവ്. ആൻസർ എന്തായിരിക്കും? എന്തായാലും പെർമിബിലിറ്റി അഫക്റ്റഡ് ആണ്. കാരണം എന്താ? CV is equal to K/MV into gamma W എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. സോ CVയും Kയും റിലേറ്റഡ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ കംപ്രസിബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണോ? കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ അതും റിലേറ്റഡ് ആണ്. കംപ്രസിബിലിറ്റി ആയിട്ട് റിലേറ്റഡ്, കാരണം കൺസോളിഡേഷനും കംപ്രസിബിലിറ്റിയും റിലേറ്റഡ് ആണ്. സോ ബോത്ത് കംപ്രസിബിലിറ്റി ആൻഡ് പെർമിബിലിറ്റി ആണ് ആൻസർ. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ഈസ് ഈ ഡിഗ്രി ഓഫ് കൺസോളേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. ഡിഗ്രി ഓഫ് കൺസോളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് അറ്റ് എനി ടൈം ടി ഡിവൈഡഡ് ബൈ ഫൈനൽ സെറ്റിൽമെന്റ് ആണ് ശരിക്കും പറഞ്ഞ ഡിഗ്രി ഓഫ് കൺസോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ല ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചേക്കുന്നത്, ഡിഗ്രി ഓഫ് കൺസോളേഷൻ റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ വേറൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? TV is equal to CV into T/d², where TV is the time factor, CV is the coefficient of consolidation, T ടൈം ആണ്, D ഡ്രെയിനേജ് പാത്ത് ആണ് അല്ലെ? ഇനി ഡിഗ്രി ഓഫ് കൺസോളിഡേഷനും TVയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് when ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ U വെച്ചാണ് നമ്മൾ പറയാറ്, is less than 50%, so less than 60%, TV is equal to π/4 into U² ആണ്. അപ്പോൾ TVയും Uവും, അതായത് ഡിഗ്രി ഓഫ് കൺസോളിഡേഷനും ടൈം ഫാക്ടറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ ടൈം ഫാക്ടറും ആയിട്ടുള്ള റിലേഷൻ എടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആ ഇക്വേഷനിൽ പോയി നോക്കിയാൽ മതി. അതായത് TV is equal to CV into T/d²,
ടി വി എങ്ങനെയാണ് ഓരോ ഫാക്ടേഴ്സിനോട് റിലേറ്റ് ആയേക്കണേ. അപ്പൊ ടി വി ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു ടി ബൈ ഡി സ്ക്വയർ അല്ലേ? അതായത് ടി വി is equal to CV into T by D square ആണ്. സോ ഈ ടി വി ആയിട്ട് റിലേഷൻ നോക്കിയാൽ മതി, കാരണം യു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി വി. അപ്പൊ ടി വി ഈ പാരാമീറ്റർ തമ്മിൽ റിലേഷൻ നോക്കിയാൽ മതി. സോ ടി വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡി അല്ലേ? അപ്പോ ഇവിടെ ഏതാ ആൻസർ വന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡ്രെയിനേജ് പാത്ത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുക, അല്ലാണ്ട് കൂടുതൽ ഇക്വേഷൻസ് തലയിൽ കയറ്റേണ്ട കാര്യമില്ല. കാരണം ഞാൻ ടി വിയുടെ മറ്റേ ഡിഗ്രി ഓഫ് കൺസോളേഷൻ റിലേറ്റഡ് ഇക്വേഷൻ പറയാത്തത് അതത്ര നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതല്ല. അതുകൊണ്ട് ഇതുമായിട്ട് പഠിച്ചാൽ മതി. ടി വി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടി വി ആയിട്ടുള്ള റിലേഷൻ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും കാര്യം. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആട്ടോ ആൻസർ. ഡി സ്ക്വയർ ആണ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത്, തെറ്റിപ്പോയതാണ്. സോ ഇത്രയാണ് GT1 വരുന്നുള്ളൂ. ഏകദേശം ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ GT2 ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോട്ടെ. GT2 ഒരു ടോപ്പിക് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് സ്ട്രെസ്സസ് ഇൻ സോയിൽ ആണ് GT2 ഉള്ളത്. ആദ്യത്തെ ടോപ്പിക് ദി സ്ട്രെസ്സസ് ഇൻ സോയിൽ ഡ്യൂ ടു ലോഡഡ് ഏരിയാസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ സോയിലെ സ്ട്രെസ്സസ്, അതിൽ സോയിലിന് തന്നെ സെൽഫ് വെയിറ്റ് ഉണ്ട്. സോയിലിന്റെ ലോഡ് കാരണം തന്നെ വരുന്ന ആ സെൽഫ് വെയിറ്റ് കാരണം തന്നെ അതുകൊണ്ട് തന്നെ ജനറേറ്റ് ആവുന്ന സ്ട്രെസ്സസ് ഉണ്ട്. ആ സ്ട്രെസ്സസിനെയാണ് ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ്സസ് ഇൻ സോയിൽ കോസ്ഡ് ബൈ ദി സെൽഫ് വെയിറ്റ് ഓഫ് ദി സോയിൽ ഈസ് കോൾഡ് ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സസ്. പിന്നെ അതല്ലാണ്ട് എന്താ വരിക, ലോഡ് അപ്ലൈ ചെയ്യുന്ന വഴി അവിടെ സ്ട്രെസ്സസ് ജനറേറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഈ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം അല്ലെങ്കിൽ നമ്മൾ ഡെറിവേഷൻസും തിയറിയും ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. So stresses due to concentrated load. Bosnes എന്ന സയന്റിസ്റ്റ് ആണ് സ്ട്രെസ്സസ് ഡ്യൂ ടു കോൺസെൻട്രേറ്റഡ് ലോഡിന് ഫസ്റ്റ് നമ്മൾ സൊല്യൂഷൻ തന്നത്. അപ്പോൾ കുറച്ച് അസംഷൻസ് ബോസ്നെസ് ആദ്യം കൺസിഡർ ചെയ്തു. ആ അസംഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേരെ, കാരണം ഇതിൽ ഏത് അസംഷൻസ് ആണ് ഇല്ലാത്തത് എന്ന രീതിയിൽ വല്ലതും ചോദിക്കാം. അപ്പൊ നമ്മൾ അസംഷൻസ് എടുത്ത് ഒന്ന്, സോയിൽ മാസ് ഈസ് ആൻ ഇലാസ്റ്റിക് മീഡിയം, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ഈസ് സോയിൽ ഈസ് ഹോമോജിനിയസ്, ദാറ്റ് ഈസ് എന്താ ഹോമോജിനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് പോയിന്റ്സിലും, അതായത് എല്ലാ പോയിന്റ്സിലും അതിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. നെക്സ്റ്റ് ഈസ് സോയിൽ ഈസ് ഐസോട്രോപിക്, അതായത് ഒരു പോയിന്റ് തന്നെ എല്ലാ ഡയറക്ഷനും എടുക്കുമ്പോൾ അതിന് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നെക്സ്റ്റ് ഈസ് സോയിൽ മാസ് ഈസ് സെമി ഇൻഫിനിറ്റ്. നെക്സ്റ്റ് ഈസ് സോയിൽ ഈസ് വെയ്റ്റ്ലെസ് ആൻഡ് ഈസ് ഫ്രീ ഫ്രം റെസിഡ്യുവൽ സ്ട്രെസ്സസ് ബിഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ലോഡ്, അതായത് സെൽഫ് വെയ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത്രയാണ് അസംഷൻസ്. അപ്പൊ ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്, സെമി ഇൻഫിനിറ്റ് ആണ്, പിന്നെ ഇലാസ്റ്റിക് മീഡിയം ആണ്, പിന്നെ സോയിൽ വെയ്റ്റ്ലെസ് ആണ്. ഇത്രയാണ് ബോസ്നെസിന്റെ അസംഷൻസ്. പിന്നെ ആ ഇക്വേഷനും പഠിച്ചു വെക്കുക. പോയിന്റ് ലോഡിനുള്ള ഇക്വേഷൻ ആണിത്. ദാറ്റ് ഈസ് സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു 3q by 2pi z square into 1 by 1 plus r by z the whole square the whole raised to 5/2. ഈ ഫാക്ടർ ഒന്ന് ഓർക്കണം കേട്ടോ. ഇതിൽ ഏതാണ് ബോസ്നെസിന്റെ പോയിന്റ് ലോഡ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന രീതിയിൽ ചോദിക്കാം ഓപ്ഷൻസിൽ. അതിൽ ഈ ഫാക്ടർ ആണ് സാധാരണ അവർ മാറി തരാൻ നോക്കുള്ളൂ, കാരണം നമുക്ക് ഈ ഫാക്ടർ മാറിപ്പോവും. റേസ് ടു 5/2 ആണ്. ഇനി ക്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രൗണ്ട് സർഫസ് ആണ്. ഇതിന്റെ താഴെ ഇവിടെ ഫുൾ സോയിൽ ആണ് ഫില്ല് ചെയ്തേക്കണത് ഇരിക്കട്ടെ. സോ ഇവിടെ മേളിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുവാണ്. ആ ലോഡാണ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ. ഇനി ഈ ക്യൂ അപ്ലൈ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എത്ര ഡെപ്ത് മാറിയാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്, ആ ഡെപ്ത് ആണ് ഇസെറ്റ്. ഇനി ഈ ക്യൂയിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് എത്ര റേഡിയൽ ഡിസ്റ്റൻസ്, ഇത് വെർട്ടിക്കലി താഴെയാണ്, എത്ര റേഡിയൽ ഡിസ്റ്റൻസ് മാറിയാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്, ആ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ആർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ബോസ്നെസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക്
3 by 2 pi z square into 1 by 1 plus r by z the whole square the whole raised to 5 by 2 നെ നമ്മൾ എന്തെന്നാക്കും ഐ ബി എന്നാക്കും. where IB is the Bosner's influence coefficient for vertical stress. 3 by 2 pi into 1 by 1 plus r by z the whole square raised to 5 by 2 നമ്മൾ IB എന്നാക്കും. അതുകൊണ്ട് IB എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ്നസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. നെക്സ്റ്റ് ഈസ് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ സർക്കുലർ ഏരിയ. സർക്കുലർ ഏരിയ ആകുമ്പോഴത്തേക്ക് ഓർക്കുക സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് ഓഫ് 1 by 1 plus a by z the whole square the whole raised to 3 by 2. ഈ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ മീറ്റർ സ്ക്വയറിലെ ലോഡാട്ടോ തന്നേക്കുന്നത്. പ്രഷർ ഇന്റൻസിറ്റി ആണ് ഇവിടെ തന്നേക്കുന്നത്. ഈ ഇക്വേഷനിലെ ക്യൂ എന്ന് വെച്ചാൽ കിലോ ന്യൂട്ടണിലുള്ള ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പെർ മീറ്റർ സ്ക്വയറിലെ സ്ട്രെസ് ഇന്റൻസിറ്റി ആണ്. അത് നിങ്ങൾക്ക് കിലോ ന്യൂട്ടണിലാണ് നിങ്ങൾക്ക് ലോഡ് തന്നേക്കുന്നത്. നമ്മൾ ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്യൂ എന്ന വാല്യൂ എടുക്കാനായിട്ട്. So Q into 1 minus of 1 by 1 plus A by Z the whole square the whole raised to 3 by 2. Where A എന്ന് വെച്ച് കഴിഞ്ഞാൽ radius of the circular area ആണ്. Is the depth at which stress is to be determined. Raised to 3 by 2 ആണ് ഇവിടെ. അതുപോലെ whole raised to 3 by 2 അല്ല, ഈ ഒരു ടേമിന് മാത്രമാണ് raised to 3 by 2 ഉള്ളൂ. നേരത്തെ whole raised to 5 by 2 ആണ്, അവിടെ 5 by 2 ആണ് ഫാക്ടർ. ഇവിടെ raised to 3 by 2 ആണ് ഫാക്ടർ. നെക്സ്റ്റ് ഇസ് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ സ്ട്രിപ്പ് ലോഡ്. അതിൽ തന്നെ രണ്ട് കേസ് വരും. പോയിന്റ് പി ബിലോ ദ സെന്റർ ഓഫ് ദ സ്ട്രിപ്പും ഉണ്ട്, പോയിന്റ് പി നോട്ട് ബിലോ ദ സെന്റർ ഓഫ് ദ സ്ട്രിപ്പും ഉണ്ട്. ഇതാണ് സ്ട്രിപ്പ് ലോഡ്. ഓക്കെ, ഇതിന്റെ ഈ സ്ട്രിപ്പ് ലോഡിന് ഡയറക്ട്ലി സെന്ററിൽ നിന്ന് താഴെയാണ് പി എന്ന പോയിന്റ് എങ്കിൽ സിഗ്മ ഇസഡ് അതായത് വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ബൈ പൈ ഇൻറ്റു 2 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ആണ്. തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ ആണ് തീറ്റ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലം ചെയ്യാൻ ഉണ്ടാവില്ല, എന്നാലും ഓർക്കുക ഈ 2 തീറ്റ ഈ തന്നെ നിൽക്കുന്ന ആംഗിൾ അത് റേഡിയനിലും ഇടുക, ഇത് ഡിഗ്രിയിലും ഇടുക. സൈൻ 2 തീറ്റ ഡിഗ്രിയിലും ഇടുക, ഇത് റേഡിയനിലും ഇടുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പി നോട്ട് ബിലോ ദ സെന്റർ ഓഫ് ദ സ്ട്രിപ്പ്. അതായത് ഈ പി എന്ന പോയിന്റ് ഈ സ്ട്രിപ്പ് ലോഡിൽ നിന്ന് മാറിയാണ് നിൽക്കണമെങ്കിൽ, കുറച്ച് സെൻട്രലല്ല കുറച്ചും കൂടി മാറിയാണ് നിൽക്കണമെങ്കിൽ അവിടുത്തെ സ്ട്രെസ് എന്താണ്? ക്യൂ ബൈ പൈ ഇൻറ്റു 2 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ കോസ് 2 ഫൈ. അപ്പോൾ വെയർ 2 തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ 2 മൈനസ് ബീറ്റ 1 ആൻഡ് 2 ഫൈ ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് ബീറ്റ 2. എന്താ ബീറ്റ 1ഉം ബീറ്റ 2ഉം? ഈ സ്ട്രിപ്പ് ലോഡിന്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ പിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ബീറ്റ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലോഡിന്റെ എൻഡിങ് പോയിന്റും ഈ പിയും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ 2. സോ ബീറ്റ 2 മൈനസ് ബീറ്റ 1 ആണ് 2 തീറ്റ, ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ആണ് 2 ഫൈ. ഇവിടെ എന്താണ്? ഈ 2 തീറ്റ മാത്രം റേഡിയനിലും സൈൻ 2 തീറ്റയും കോസ് 2 ഫൈയും ഡിഗ്രിയിലുമാണ് ഇടേണ്ടത്. നെക്സ്റ്റ് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ റെക്ടാങ്കുലർ ഏരിയ. സിഗ്മ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എൻ ഇൻറ്റു ക്യൂ ആണ്. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. അത് പല കേസസ് ഉണ്ട്, അത് നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് പ്രോബ്ലം ചെയ്യാവുന്ന രീതിയിലാണ് പഠിക്കേണ്ട കാര്യമുള്ളൂ. കുറെ കേസസ് ഉണ്ട്, ആ കേസസ് അതായത് ഓരോ കേസും എടുത്ത് അതിന്റെ ഇക്വേഷനും എഴുതി കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല PSC പോയിന്റ് ഓഫ് വ്യൂല്. സോ അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പിന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഫോർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ രണ്ട് മെത്തേഡാണുള്ളത്, ഈക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡും 2-to-1 ലോഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ആണുള്ളത്. അതിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചിട്ടോ, ഏതൊക്കെയാണ് അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡും ദെൻ 2-to-1 ലോഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ആണ്. അതിൽ ഈക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് എന്ന് വെച്ചാൽ എൻ്റയർ ഏരിയ നമ്മൾ പല പല സ്മോൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഓരോന്നിന്റെയും സെന്ററിൽ ഈക്വലന്റ് ഒരു പോയിന്റ് ലോഡായിട്ട് ആക്ട് ചെയ്യുവാണ്. എൻ്റയർ ലോഡ് ഓരോ പോയിന്റ് ലോഡായിട്ട് ആക്ട് ചെയ്യുവാണെന്ന രീതിയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഇനി 2-to-1 ലോഡ് ഡിസ്ട്രിബ്യൂഷനിൽ 2 വെർട്ടിക്കൽ ഈസ് ടു 1 ഹൊറിസോണ്ടൽ എന്ന രീതിക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് ഏരിയനെ. എന്നിട്ട് ഓരോ ഫൗണ്ടേഷനും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ ആണെങ്കിൽ സിഗ്മ ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു ബി ഇൻറ്റു എൽ ബൈ ബി പ്ലസ് ഇസഡ് ഇൻറ്റു എൽ പ്ലസ് ഇസഡ്. ഇനി സർക്കുലർ ഓർ സ്ക്വയർ ആണെങ്കിൽ ക്യൂ ഇൻറ്റു ബി സ്ക്വയർ ബൈ ബി പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഇനി സ്ട്രിപ്പ് ആണെങ്കിൽ ക്യൂ ഇൻറ്റു ബി ബൈ ബി പ്ലസ് ഇസഡ്. ഇത് പഠിക്കാൻ എന്താ എളുപ്പമാർഗം? എല്ലാത്തിലും ക്യൂ ഉണ്ട്. ഓക്കെ,
റെക്ടാങ്കുലറിലാകുമ്പോൾ മേളിൽ റെക്ടാങ്കിളിന്റെ ഏരിയ ബി ഇൻറ്റു എൽ അല്ലേ, താഴെ ഇസഡ് കൊണ്ട് ആഡ് ചെയ്യണം, ബി പ്ലസ് ഇസഡ് ഇൻറ്റു എൽ പ്ലസ് ഇസഡ്. ഇനി സ്ക്വയറിലാകുമ്പോൾ സ്ക്വയർ നമുക്ക് അറിയാം ഓൾറെഡി ബി സ്ക്വയർ ആണ് ഏരിയ, സർക്കുലറിലും അത് തന്നെ എടുക്കുക, ക്യൂ ഇൻറ്റു ബി സ്ക്വയർ, താഴെ എന്തായാലും ബി പ്ലസ് ഇസഡ് വെച്ച് ചെയ്യണം, അപ്പോൾ ബി പ്ലസ് ഇസഡ് ഹോൾ സ്ക്വയർ. ഇനി സ്ട്രിപ്പിലാകുമ്പോഴത്തേക്കും നമ്മൾ യൂണിറ്റ് വിട്ടാണ് എടുക്കുന്നത് അല്ലേ, അപ്പോൾ ബി ബൈ ബി പ്ലസ് ഇസഡ് എന്ന് ഓർത്താൽ മതി. അതായത് ബി ഇൻറ്റു എല്ലിന് പകരം എല്ലിന് യൂണിറ്റ് കൊടുത്തു, സോ ബി ബൈ ബി പ്ലസ് ഇസഡ്. അങ്ങനെ ആണ് എളുപ്പമാർഗത്തിൽ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ്, ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് ഓർ ഇൻഫ്ലുവൻസ് ചാർട്ട്. അതായത് ഇത്രയും നേരം നമ്മൾ ന്യൂമാർക്സ് ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഏത് വെർട്ടിക്കൽ സ്ട്രെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ലോഡഡ് ഏരിയ ആയിക്കോട്ടെ, ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഏത് പോയിന്റ് ആയിക്കോട്ടെ, നമ്മൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ടിനെയാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് അല്ലെങ്കിൽ വെറും ഇൻഫ്ലുവൻസ് ചാർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് സ്ട്രെസ്സസ് അറ്റ് വെർട്ടിക്കൽ സ്ട്രെസ്സസ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ലോഡഡ് ഏരിയ ഓഫ് എനി ഷേപ്പ്. This chart consists of a number of concentric circles and radiating lines. അതായത് കുറെ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാവും, കുറെ റേഡിയേറ്റിംഗ് ലൈൻസ് ഉണ്ടാവും. അത് നമ്മൾ ഒരു ആ പ്ലാൻ ഓഫ് ലോഡഡ് ഏരിയയുടെ മേളിൽ കൊണ്ട് വെക്കുവാണ്. എന്നിട്ട് എത്ര ഏരിയ യൂണിറ്റ് ആണ് ഇതിന്റെ അകത്ത് വന്നതെന്ന് നമ്മൾ എണ്ണി എടുക്കുകയാണ് ചെയ്യണത്. അതാണ് അതിന്റെ പ്രൊസീജിയർ. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഫോർ ഡിറ്റർമിനിങ് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ലോഡഡ് ഏരിയ ഓഫ് എനി ഷേപ്പ്. Then isobar എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്രാം കണക്ടിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ സ്ട്രെസ് ഇന്റൻസിറ്റി. സോ GT2 ഫസ്റ്റ് ടോപ്പിക്കും തീർന്നു. ഇനിയുള്ള എർത്ത് പ്രഷർ ആണുള്ളത്. റാങ്കൈൻസ് തിയറി ഉണ്ട്, കൂളംസ് തിയറി ഉണ്ട്, പിന്നെ ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.